بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. ഏറെ സ്നേഹമുള്ള പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ വിശുദ്ധ ഖുർആൻ പഠനത്തിൻ്റെ ഒരു വിഷയാധിഷ്ഠിത ശൈലിയിൽ പിന്തുടരപ്പെടുന്ന ഒരു ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഞാനും നിങ്ങളും എല്ലാവരും ഒരേ സമയം പഠിക്കുകയാണ്. കാരണം ഖുർആൻ പഠിക്കുക എന്നുള്ളത് അതിനൊരു ഒപ്റ്റിമം ലെവൽ എന്ന് പറയുന്ന ഒരു സംഗതിയൊന്നുമില്ല. കാരണം അതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, നിരന്തരമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് പഠിക്കുന്നത്. ഇവിടെ ഒരു ഉസ്താദ് അതുപോലെ തന്നെ വിദ്യാർത്ഥി എന്നുള്ളതിനേക്കാൾ നമ്മളെല്ലാവരും വിശുദ്ധ ഖുർആനിൻ്റെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ തുടങ്ങിയത് റബ്ബ് എന്നുള്ള ഒരു ടോപ്പിക്കിലായിരുന്നു. റബ്ബ് എന്നുള്ളത് അങ്ങനെ ടോപ്പിക്കായി വരുന്നതിന് ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അള്ളാഹു എങ്ങനെയാണോ വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അത് പറഞ്ഞു പഠിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ആദ്യത്തെ ഉന്നം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് വിശുദ്ധ ഖുർആനിൽ അവനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്, അവൻ്റെ റബ്ബ് എന്ന വിശേഷണം, അതായത് പ്രത്യേകിച്ച് തൗഹീദിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ റുബൂബിയത്ത് എന്നാണ് അതിനെക്കുറിച്ച് പറയുക. അള്ളാഹുവിൻ്റെ റബ്ബ് എന്നുള്ള ആ വിശേഷണത്തിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. കുറച്ച് ആളുകളെങ്കിലും അതിൻ്റെ ഒരു അവസാന സമയത്ത് എല്ലാ ആയത്തുകളും വിശദീകരിച്ചില്ലല്ലോ, അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു സമയത്തിൻ്റെ ഒരു പരിമിതിയാണ്. കാരണം നമുക്കിപ്പോൾ തന്നിട്ടുള്ള ഈ ആയത്തുകൾ മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ ഈ വിഷയ സംബന്ധമായി വരുന്നത്. പക്ഷേ അതിൻ്റെ കേന്ദ്ര ആശയം നമ്മൾ പഠിക്കുകയും നമ്മൾ അതിനുശേഷം പലരോടും വിശുദ്ധ ഖുർആനിൻ്റെ ഈ ആയത്തുകളിലൂടെയൊക്കെ ഒന്ന് ഓതി നോക്കണമെന്ന് പറഞ്ഞപ്പോൾ സൂറത്ത് യൂസുഫിൻ്റെ വളരെ ഭംഗിയായ ഒരു അനുഭവ വിവരണം, അത് ഓതി റബ്ബൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത ഒരു വിവരണം ഗ്രൂപ്പിൽ നമ്മുടെ ഒരു പഠിതാവ് ഷെയർ ചെയ്തിരുന്നു. വളരെ മനോഹരമായിരുന്നു അത്. അപ്പം അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പഠിക്കുന്ന ഈ ഒരു ആശയം ഉണ്ടാവും, ഒരു കേന്ദ്ര ഒരാശയം ഉണ്ടാവും. ഈ ആശയം നമ്മൾ ഖുർആൻ ഓതുമ്പോഴും ഖുർആനിൻ്റെ അർത്ഥസഹിതം പാരായണം ചെയ്യുമ്പോഴൊക്കെ ഇത് ആ ആശയം അതിലേക്ക് അപ്ലൈ ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. ഓരോ ആയത്തും അതിൻ്റെ അർത്ഥസഹിതം അതിൻ്റെ പൂർണ്ണമായ വിശദീകരണത്തിലൊക്കെ പറഞ്ഞു കാരണം ഒരായത്തിൽ തന്നെ പല വിഷയങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു കേന്ദ്ര ആശയത്തിലായിരിക്കും ഉണ്ടാവുക. കാരണം ഒരൊറ്റ ആയത്തിൽ തന്നെ ചിലപ്പോൾ 5ഉം 10ഉം വിഷയം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരൊറ്റ വിഷയം ചർച്ച ചെയ്യുകയും ആ ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് വിശുദ്ധ ഖുർആനിൽ വളരെ പ്രസക്തമായ ആയത്തുകളെ തെരഞ്ഞെടുത്ത് തരികയുമാണ് ചെയ്യുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന 10ഉം 13ഉം ആയത്തുകൾ മാത്രമായിരിക്കില്ല ആയത്തുകൾ. നേരത്തെ നമ്മൾ ഖുർആൻ റബ്ബ് എന്നുള്ള പദം ഉപയോഗിച്ചപ്പോൾ 978 തവണയോളം റബ്ബ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. 50 തവണയോളം റബ്ബുൽ ആലമീൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനർത്ഥം ഇവിടെയൊക്കെ ഈ റബ്ബ് പ്രധാനമാണ്. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം അതാണ്. അപ്പൊ റബ്ബ് എന്ന് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് കരുതുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹു നമ്മുടെ ഖാലിക്കാണ്. അള്ളാഹു നമ്മുടെ ഖാലിക്കാണ്. റബ്ബ് എന്നുള്ള നിലയിലുള്ള വിശേഷണം അതാണ്. അള്ളാഹു നമ്മളുടെ സൃഷ്ടിപ്പ് നടത്തിയാണ്. അള്ളാഹു നമ്മുടെ റാസിഖാണ്. ജീവിതത്തിൽ നമ്മുടെ റിസ്ക് അള്ളാഹു അല്ലാതെ മറ്റാരുമല്ല നമുക്ക് തരുന്നത്. ഇതിലാരും പങ്കാളികളല്ല. നമ്മുടെ സൃഷ്ടിപ്പിൽ നമുക്ക് തരുന്ന റിസ്ക്കിൽ ഈ ലോകത്തെ ഒരു മനുഷ്യനെ കുറിച്ചും ഒരാളെ കുറിച്ചും ഹൽക്കിലോ റിസ്ക്കിലോ എന്തെങ്കിലും ഒരു ചെറിയൊരു സംശയം പോലും നമുക്ക് വന്നു പോകരുത്. അള്ളാഹു അല്ലാതെ എന്തെങ്കിലും ഒന്ന് എന്നെ സഹായിക്കുന്നുണ്ട്, നമുക്ക് ജോലി തരുന്ന ആളാണ് നമുക്ക് റിസ്ക് തന്നെ എന്നൊക്കെ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചു പോകും. അതൊക്കെ വലിയൊരു പ്രശ്നമാണ്. പിന്നെ ഒന്ന് ജീവൻ കൊടുക്കുന്നത്, ഹിയാ, മൊഹിയുദ്ദീൻ എന്നൊക്കെ കേട്ടല്ലേ. മൊഹിയ് എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കുന്നവൻ എന്നാണ്. അതുപോലെ തന്നെ മുമീത്ത്, അള്ളാഹുവാണ് മരിപ്പിക്കുന്നത്. ഈ ലോകത്തെ ഏത് ജീവന്റെയും അവധി നിശ്ചയിച്ച് അതിന് അവസാനം കുറിക്കുന്ന അള്ളാഹുവാണ്. മറ്റൊന്ന് മുദബ്ബിർ, ഈ ലോകത്തെ എന്തും നമ്മളുടെ ജീവിതത്തിൽ പ്ലാൻ ചെയ്യുന്നത് അള്ളാഹുവാണ്. അപ്പൊ ഈ 5 കാര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയത്, ഈ 5ൽ പരിമിതമല്ല കേട്ടോ, പക്ഷെ ഏറ്റവും ചുരുങ്ങിയത് തൗഹീദ് റുബൂബിയത്ത് പറയുമ്പോൾ ഈ 5 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരണം. അള്ളാഹു നമ്മളുടെ റബ്ബാണ് എന്ന് പറയുമ്പോൾ എന്താണ്? അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു, അള്ളാഹു നമ്മൾക്ക് റിസ്ക് തരുന്നു,
അള്ളാഹു നമ്മളുടെ ജീവൻ ഒരു സമയം തുടക്കം കുറിച്ചു, നമ്മളുടെ മരണത്തിനും ഒരു സമയം തീർച്ചയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവന്റെ ആസൂത്രണങ്ങളിൽ വിശ്വസിക്കുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏർ, നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഈമാൻ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ഇതിൽ പെട്ടതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ റബ്ബ് കഴിഞ്ഞ ആഴ്ച ഒരുപാട് ആയത്തുകളുടെ വിശദീകരണം തഫ്സീർ ഇബ്നു കസീറും തഫ്സീറുൽ ഖുർത്തുബിയും അതുപോലെ ഏതാണ് ഇമാം മൗദൂദിയുടെ തഫ്സീറൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റബ്ബായത് കൊണ്ടാണ് എന്താകുന്നത്. ഇന്നത്തെ വിഷയം അതാണ്. അള്ളാഹു നമ്മുടെ റബ്ബായത് കൊണ്ടാണ് അള്ളാഹു നമ്മുടെ ഇലാഹാകുന്നത്. ഇപ്പോ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ ഇബ്രാഹിം ഫൈസൽ സാഹിബ് ചോദിച്ചിരുന്നു, അപ്പോൾ ലാ റബ്ബ ഇല്ലല്ലാ എന്നല്ലേ ശരിക്കും പറയണത്, ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതിന് പകരം. അപ്പൊ റബ്ബ് അള്ളാഹു ആണോ എന്നുള്ള കാര്യത്തിൽ അധികം വലിയ ആളുകൾക്ക് വലിയ സംശയമൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷെ ഇലാഹ് അള്ളാഹു തന്നെ ആകണമോ? വേറെ ആളുകളെയും ഇലാഹുകൾ അള്ളാഹുവിനോടൊപ്പം ആക്കിക്കൂടെ? ഇപ്പോ ഇലാഹ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇലാഹ് എന്നുള്ള വാക്കിന് ഉള്ള അർത്ഥമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ വരും. അപ്പോൾ അള്ളാഹു നമ്മളുടെ റബ്ബാണെങ്കിൽ അവൻ തന്നെയാണ് നമ്മളുടെ എന്താകേണ്ടത്, ഇലാഹാകേണ്ടത്. ഇതാണ് ബന്ധം കേട്ടോ. ഈ പരസ്പര ബന്ധം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. എന്തുകൊണ്ട് നമ്മൾ ആദ്യം റബ്ബ് പഠിച്ചു എന്ന് ചോദിച്ചാൽ ഏതോ ഒരു വിഷയം പഠിക്കാനല്ല. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ലാ റബ്ബ ഇല്ലല്ലാ. നമ്മളുടെ റബ്ബ് അള്ളാഹു ആണ് എന്നുള്ളത് കൊണ്ട് നമ്മളുടെ ഇലാഹാകാൻ ആർക്ക് മാത്രമേ യോഗ്യതയുള്ളൂ? അള്ളാഹുവിന് മാത്രമേ യോഗ്യതയുള്ളൂ. ഇപ്പോ നേരത്തെ തൗഹീദുർ റുബൂബിയ എന്ന് പറഞ്ഞ നമ്മൾ അള്ളാഹു റബ്ബ് എന്നുള്ള നിലക്ക് അവനെ ഏകനാക്കുന്നു. ഇന്ന് നമ്മൾ പറയുന്ന തൗഹീദുൽ ഉലൂഹിയാണ്. ഇലാഹ് എന്നുള്ള രീതിയിലും അള്ളാഹുവിനെ നമ്മൾ ഏകനാക്കുന്നു. ഇപ്പൊ ഇലാഹ് എന്നുള്ളതിന് വേണമെങ്കിൽ ഉലൂഹിയത്തിന് പകരം ഉബൂദിയത്ത് എന്ന് പറയാം. ഇപ്പൊ ഇബാദത്ത് എന്നൊക്കെ പറയൂല നമ്മള്, അതും ഇലാഹ് എന്നുള്ളതും ചേർത്ത് വരുന്ന ഉലൂഹിയത്തും ഉബൂദിയ, വേണമെങ്കിൽ തൗഹീദുൽ ഉബൂദിയ എന്നും പറയാം. പക്ഷെ ഇസ്ലാമിക ഒരു വ്യവഹാരത്തിൽ ഇസ്ലാമില് പണ്ഡിതന്മാരെടുത്ത് ഉപയോഗിക്കുന്ന പദം കൂടുതലും തൗഹീദുൽ ഉബൂദിയയേക്കാൾ തൗഹീദുൽ ഉലൂഹിയയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സ്വയം നിലക്ക് നിങ്ങൾ ഒരു നോട്ട് ബുക്കിലൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്യാം. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് PDF ഫയലിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതുകൊണ്ട് ഈ എഴുതിയെടുത്തിട്ട് ക്ലാസ്സിൽ ശ്രദ്ധ പോകുന്ന ഒരു പ്രശ്നം വേണ്ടതില്ല. ചില ആളുകൾക്ക് സംശയം നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവസാനം ഒരു 10 മിനിറ്റ് നമ്മൾ ക്ലാസ് അവസാനിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെക്കും ഇൻഷാ അള്ളാഹ്. കഴിഞ്ഞ സമയത്ത് കുറച്ച് പേര് അങ്ങനെ സജഷൻ പറഞ്ഞിരുന്നു, അതിന് നമ്മൾ അങ്ങനെ പരിഗണിക്കാമെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ റബ്ബും ഇലാഹും അതിനുശേഷമുള്ള നമ്മളുടെ അസ്മാ സിഫാത്തുകൾ അള്ളാഹുവിന്റെ മറ്റ് ഗുണഗണങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷവും നമ്മൾ ഏറ്റവും അവസാനം ഒരു ദിവസം പൂർണ്ണമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചർച്ചകൾക്കും വേണ്ടിയിട്ടും മാറ്റി വെക്കാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഒരു ശ്രദ്ധ ഇതിൽ വേണം. കാരണം നമ്മൾ ഒരുപാട് പേരുടെ അധ്വാനം ഇതിലുണ്ട്. നിങ്ങളുടെ കോർഡിനേറ്റേഴ്സ്, അതുപോലെ തന്നെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നവർ, നമ്മൾ കണ്ടന്റ് കൊടുക്കും, ഇത് ടൈപ്പ് ചെയ്ത് തരുന്നവർ, നിങ്ങൾക്കിത് തരുന്നവർ, ഒരുപാട് പേര് ഇതിൽ നമുക്ക് വലിയ വളണ്ടറിയിൽ കുറെ ഒരു സേവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അള്ളാഹു ഇതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അപ്പോ ഈ ആയത്തുകളിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഇലാഹ്, റബ്ബ് എന്നുള്ളത് നമ്മൾ അന്ന് പറഞ്ഞല്ലോ. അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ പറഞ്ഞില്ലേ, അന റബ്ബുൽ എന്താണ് ഈ അന റബ്ബുൽ ഇബുൽ, ഞാൻ ഒട്ടകത്തിന്റെ റബ്ബാണ്. വലിൽ ബൈത്തി റബ്ബുൻ യഹ്മീഹി, ഈ കഅബക്ക് വേറൊരു റബ്ബുണ്ട്, അവനാണ് അതിനെ സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഭാഷാർത്ഥത്തിലുള്ള റബ്ബ് നമ്മൾ പറഞ്ഞു. പിന്നെ സാങ്കേതിക അർത്ഥത്തിൽ റബ്ബ് എന്നുള്ളതിന് ഇസ്ലാമിക ശരീഅത്തിൽ റബ്ബ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് എന്താ? അള്ളാഹുവാണ് ഖാലിഖ്, റാസിഖ്. അള്ളാഹുവാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്, അള്ളാഹുവാണ് മരിപ്പിക്കുന്നത്, അള്ളാഹുവാണ് നമ്മുടെ ജീവിതത്തിൽ പ്ലാൻ ചെയ്യുന്നത്. ഏറ്റവും ചുരുങ്ങിയത് അതാണ്. ഇപ്പൊ ഖുർആനിൽ വരുന്ന റബ്ബുകളെ, ഈ 978 ആയിരത്തോളം വരുന്ന സ്ഥലങ്ങളെ നമ്മൾ ഈ റബ്ബ് വരുമ്പോൾ അതങ്ങോട്ട് വെച്ചിട്ട് പറയണം. പ്രാർത്ഥിക്കുമ്പോൾ റബ്ബന എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇത് മനസ്സിലേക്ക് വരണം. ഇനി നമ്മൾ ഇലാഹിലേക്ക് വരികയാണ്. ഇപ്പോ അതിന്റെ സ്ലൈഡാണ് ഇനി ഇടാൻ പോകുന്നത്. ഹബീബ് സാഹിബ് അത് ഷെയർ ചെയ്തോളൂ. അപ്പോ ഇപ്പൊ ഇലാഹ്, ഇലാഹ് എന്ന് പറയുന്ന വാക്ക് നിങ്ങളവിടെ നോക്കി ശ്രദ്ധിച്ചോ? ഇലാഹ് എന്നുള്ളതിന് ഭാഷാപരമായ ഒരു അർത്ഥമാണ് പറയുന്നത്. ഇലാഹിന്റെ അർത്ഥം മഅബൂദ് എന്നാണ്.
എന്താണ് മഅബൂദ്. അപ്പോൾ മഅബൂദ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇബാദത്ത് ചെയ്യപ്പെടുന്നവൻ. ആബിദ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യുന്നവൻ, മഅബൂദ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യപ്പെടുന്നവൻ. അപ്പൊ അറബി ഭാഷയിൽ ഭാഷാപരമായി തന്നെ ഒരാൾ ആരാധിക്കപ്പെടുന്നതിന് ഇലാഹ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അപ്പോ അത് കുറച്ചും കൂടി അറബി അറിയുന്നവർക്ക് വേണ്ടിയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, അൽ ഇലാഹു ഫിആലുൻ ബിമഅന മഅലൂഹിൻ. ഫിആല് എന്നുള്ള അർത്ഥത്തിൽ വരുന്നൊരു വാക്കാണിത് ഇലാഹ്. ഫഅല എന്നുള്ളതാണല്ലോ അറബി ഭാഷയിൽ നമ്മൾ എന്തിനേം പറയാ. അപ്പൊ അതിന്റെ ഒരു എന്താണ്, അതിന്റെ ഒരു ഡൈ ഉണ്ടാക്കിയാൽ അതിന്റെ ഒരു മൂശയിലേക്ക് ഇട്ടാൽ അത് ഫിആല് എന്നാ കിട്ടുക. ഇലാഹ് എന്നുള്ള വാക്ക് ഫി എന്ന് പറയുന്നിടത്ത് ഇ, ആ എന്ന് പറയുന്നിടത്ത് ലാ, ലുൻ എന്ന് പറയുന്നിടത്ത് ഹുൻ. അപ്പോ ഇലാഹുൻ ഫിആലുൻ. അപ്പൊ അതിന്റെ അർത്ഥം ഈ പിന്തുടരപ്പെടുന്ന ഒരാൾ എന്നാണ് അതിനർത്ഥം. ഇപ്പോൾ കിതാബ് എന്ന് പറയുമല്ലോ, കിതാബ് ശരിക്കും ഈ ഫിആല് എന്നുള്ളത് പോലെയാണ്. അറബി ഭാഷയിൽ കിതാബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, കിതാബ് എന്നാണ്. ശരിക്കും മക്തൂബ് എന്നുള്ളതിന്റെ, മക്തൂബ് എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടതാണ്, കാത്തിബ് എഴുതുന്നവൻ, മക്തൂബ് എഴുതപ്പെടുന്നവൻ. പക്ഷെ കിതാബ് എന്ന് പറഞ്ഞാൽ ഫിആലിന്റെ അർത്ഥം വരും, അതായത് എഴുതപ്പെടുന്നത്. അപ്പോ ആരാധിക്കപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഇലാഹ് എന്ന് പറയുന്ന പദം. അപ്പോ ഹുവല്ലദീ, ഇപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, ഹുവല്ലദീ യഅലഹു കുല്ലു ഷൈഇൻ വയഅബുദുഹു കുല്ലു ഖൽഖിൻ. എല്ലാ വസ്തുക്കളും ആരാധിക്കുകയും കീഴ്പ്പെടുകയും ചെയ്യുന്നവനാണ് അവൻ. അപ്പൊ ഇലാഹ് എന്നുള്ളതിന്റെ ഭാഷാർത്ഥം. അടുത്തതിലേക്ക് വരുമ്പോ ഈ ഈ ഭാഷാർത്ഥം മനസ്സിലുണ്ടായുള്ള ഒരു സുഗന്ധം എന്ന് വെച്ചാല് നമുക്ക് ഈ ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ നമുക്കറിയാലോ മലയാള ഭാഷയിൽ ഈ കത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കത്തി എന്ന് പെട്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കത്തി എന്നാണ്, കത്തിപ്പോയി എന്നാണ് പറയാം. പക്ഷെ കത്തി എന്ന് പറഞ്ഞിട്ട് വേറൊരു വാക്ക് ഉണ്ടാവും അല്ലേ? കത്തി മുറിക്കുന്ന കത്തി. ഏ അതുപോലെ തന്നെ കത്തി, കഥകളിയുടെ ഒരു വേഷമാണ് എന്ത്? കത്തി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഈ എന്തെങ്കിലുമൊക്കെ വെറുതെ ഇരുന്ന് വർത്താനം പറഞ്ഞ കത്തി അടിക്കാന്നൊക്കെ പറയില്ലേ? സംഭവം മനസ്സിലായി. ഇത് ഏതും ഭാഷാപരമായി പഠിക്കണം എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു എന്തുണ്ടാവും, ഒരു തെളിച്ചുണ്ടാവും. അപ്പോൾ ഭാഷാപരമായി ഓരോന്നിന്റെ പിന്നാലെയൊക്കെ പോയാൽ നല്ല നല്ല കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കപ്പലണ്ടി എന്നൊക്കെ പറയില്ലേ? എന്താണ് കപ്പലണ്ടി എന്ന് പറഞ്ഞാല്? ഇത് ഇതൊരു ക്ലാസ്. കപ്പലണ്ടി ശരിക്കും കപ്പല് കയറി വന്ന അണ്ടി ആയതുകൊണ്ടാണ് എന്ത് പറയുന്നത്, കപ്പലണ്ടി ആവുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഭാഷാപരമായി എല്ലാനും ഏത് വിഷയം ഖുർആനിന്റെ പദങ്ങൾ അങ്ങനെ പഠിച്ചാൽ നമുക്ക് അറബി ഭാഷയുടെ ഓരോ ലെവലിലേക്ക് എത്താം. ഇപ്പൊ ഈ ചാറ്റ് GPT ഒക്കെ ഉള്ള കാലമായതുകൊണ്ട് ഖുർആനിലെ ഏത് വാക്കും എടുത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്യാനൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനോട് വോയിസ് ഒക്കെ ഇട്ട് ചോദിച്ചാൽ മതി. പുതിയ കാലത്ത് പഠനം കുറച്ചും കൂടി എളുപ്പം, പക്ഷെ പഠിക്കാനുള്ള താല്പര്യവും ഓറിയന്റേഷനും ഉണ്ടാവേണ്ടതെന്ന് മാത്രം. അപ്പൊ രണ്ടാമത്തെ അർത്ഥം അത്തഹയ്യുർ, ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോകുന്നതിനെയും അറബി ഭാഷയിൽ ഇലാഹ് എന്ന് പറയും. അപ്പോ ഇദാ തഹയ്യറ ഫഇന്നൽ ഇലാഹ ഹുവല്ലാഹു സുബ്ഹാനഹു വതആല തതഹയ്യറുൽ അൽബാബു വൽ ഫിക്റു ഫീ ഹഖായിഖി സിഫാത്തിഹി വ മഅരിഫത്തിഹി. അള്ളാഹുവിന്റെ യഥാർത്ഥ സത്തയെക്കുറിച്ച്, അള്ളാഹുവിന്റെ യഥാർത്ഥ വിശേഷണങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ മനുഷ്യബുദ്ധി അത്ഭുതപ്പെട്ടു പോവുകയും പതറിപ്പോവുകയും ചെയ്യും. ശരിക്കും അള്ളാഹിനെ അറിഞ്ഞാല് ഒരു അത്ഭുത പരതന്ത്രനായി നിൽക്കാനൊക്കെ പറയുമല്ലോ. അതായത് നമ്മളങ്ങോട്ട് സ്തബ്ധനായി പോകും. ഇപ്പൊ ഇലാഹ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അർത്ഥം അതാണ്, നമ്മൾ പതറിപ്പോകുന്നത്. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾക്ക് മുമ്പിൽ നമ്മൾ അള്ളാഹുവിനെ സമ്മതിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ ഭാഷാപരമായി അങ്ങനെ ഒരു സ്തബ്ധമായി പോകുന്ന ഒരവസ്ഥ, നമ്മളിങ്ങനെ ഷോക്ക്ഡ് എന്നൊക്കെ പറയില്ലേ, സ്റ്റംബിൾ എന്നൊക്കെ പറയും. നമ്മൾ അതിനു മുമ്പിൽ ഇങ്ങനെ ഷോക്കായി പോകും. അടുത്ത അർത്ഥം വരുന്നത് അഭയകേന്ദ്രം എന്നൊരർത്ഥത്തിലാണ്. മൽജ എന്നൊരർത്ഥമുണ്ട് അറബി ഭാഷയിൽ. അപ്പോ ഫയക്കൂനുൽ മഅന, അതിന്റെ അർത്ഥം എന്തായി തീരും? ചില ആളുകൾക്ക് അറബിയിൽ പഠിക്കാനും കൂടി താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അറബിയിൽ അതിന്റെ എന്താണ് ടെക്സ്റ്റ് കൊടുത്തത് കേട്ടോ. കഠിനമായ വിപത്തുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ സൃഷ്ടികൾ ഏതൊരാളിലേക്കാണോ തിരിയുന്നത്, നമ്മൾ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കാണ്. അപ്പോ അഭയസ്ഥലം എന്നൊരർത്ഥം
അതായത് മൽജ എന്ന് പറയുന്ന രാത്രി കിടന്നുറങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മളെ, ലാ മൽജ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക്ക് എന്ന് പറയുന്നത്. ഇപ്പോ ആ അഭയസ്ഥലം എന്നൊരർത്ഥം ഇലാഹിനുണ്ട്. അടുത്ത് പോയിക്കോട്ടെ, ഞാൻ പോയിക്കോട്ടെ. ഇത് താല്പര്യമുള്ളവർക്ക് കൂടുതൽ അതൊക്കെ എടുത്ത് വായിക്കാം. പിന്നെ ഒന്ന് എഹ്തിജാബ്, അറബി ഭാഷയിൽ തന്നെ അർത്ഥം ഉണ്ടോ? ഇലാഹ് എന്ന് പറയുന്ന ഒരൊറ്റ പദത്തിന്റെ അറബി ഭാഷയിൽ പല അർത്ഥം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോ ഏർ, മറഞ്ഞിരിക്കുന്നത് എന്നൊരർത്ഥമുണ്ട്, എഹ്തിജാബ്, ഹിജാബ് ഉള്ളത്. അപ്പോ അൽ ഇലാഹു മുഷ്തഖ് മിൻഹു, ലാഹ യലീഹു എന്ന് പറയുന്ന ലാഹ യലീഹു. അപ്പൊ ലാഹ എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇലാഹ് എന്ന് പറയുന്നിടത്ത് എന്തൊക്കെ വന്നു? അലിഹ, അലഹ, എന്താണ് ആരാധിക്കപ്പെടുന്നത്, അത്ഭുതപ്പെട്ടു പോകുന്നത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ, തൊട്ട് മുമ്പിൽ പറഞ്ഞ ഈ എന്തായിരുന്നു, ഈ തൊട്ട് മുമ്പിലുള്ള സാധനം എന്തായിരുന്നു ഹബീബ് സാഹിബ്? അഭയകേന്ദ്രം, ആ, അഭയകേന്ദ്രം. അഭയകേന്ദ്രം, മൽജ്, മൽജ്. പിന്നെ ഒപ്പം എഹ്തിജാബ്, നമ്മുടെ മറഞ്ഞിരിക്കുന്നത്. അപ്പൊ മറഞ്ഞിരിക്കുന്നത് എന്നൊരർത്ഥം നേരെ മുമ്പിലുള്ളതല്ല, മറഞ്ഞിരിക്കുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ആ ഇലാഹ് എന്നുള്ള വാക്കിൽ തന്നെ വന്നിട്ടുണ്ട് ആലോചിക്കണേ. ലോകത്തെ ഏത് ഭാഷയിലും അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അറബി ഭാഷയിലേക്ക് ഇതെത്തുമ്പോൾ അള്ളാഹുവിനെ കുറിക്കുന്ന പദങ്ങളുടെ ഭംഗിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭാഷാർത്ഥത്തിൽ തന്നെ മറഞ്ഞിരിക്കുന്നത് അതിലുണ്ട്. ഇനി അടുത്തതിലേക്ക് പോയാല് അടുത്തത് ആശ്വാസ കേന്ദ്രം എന്നൊരർത്ഥമുണ്ട്, സുക്കൂൻ. അതായത് അറബി ഭാഷയില് അന്നഹു മുഷ്തഖുമിൻ അലഹത്തു ഇലാ ഫുലാനിൻ, അലഹത്തു ഇലൈഹി, ഞാൻ അവനിലേക്ക്, അലഹത്തു എന്ന് അറബി ഭാഷയിൽ വെർബായിട്ട് പറഞ്ഞാൽ സക്കൻതു ഇലൈഹി, എനിക്ക് അവന്റെ അടുത്ത് പോയപ്പോ ശാന്തി കിട്ടി, സമാധാനം കിട്ടി. ഇതിനെയും അലഹ എന്ന് പറയും. അലഹ എന്ന് പറയുന്ന വാക്ക് ഇലാഹായിട്ട് ബന്ധമുണ്ടല്ലോ. അപ്പൊ ഫൽ കുലൂബുലാ തസ്കുനു ഇല്ലാ ബി ദിക്രിഹി, ഹൃദയങ്ങൾ അവനെക്കുറിച്ച് ഓർത്തിട്ടല്ലാതെ ഒരിക്കലും, ഈ ലോകത്തെ ഏറ്റവും അവസാനം സമാധാനം തേടുന്നവർക്ക് യഥാർത്ഥ സമാധാനം കിട്ടാരിൽ മാത്രമാണ്, അള്ളാഹുൽ മാത്രമാണ്. നമുക്ക് തോന്നും ഇപ്പൊ ഒന്ന് പോയിട്ട് ഉമ്മാനോട് ഇത് ഷെയർ ചെയ്താലോ, ഇപ്പൊ പോയിട്ട് വാപ്പാനോട് ഷെയർ ചെയ്താലോ, അതല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനോടൊപ്പം ഒന്ന് കറങ്ങിയാലോ, അപ്പൊ കുറച്ചൊക്കെ സമാധാനമുണ്ട്. പക്ഷെ അള്ളാഹിന്റെ അടുത്ത് നിന്ന് മാത്രമേ യഥാർത്ഥ സമാധാനം കിട്ടുള്ളൂ. കാരണം ഇലാഹ അവനാണ്. കാരണം അലഹ, അഭയം പ്രാപിക്കുമ്പോൾ സമാധാനം കിട്ടുന്നത് അവനിൽ മാത്രമാണ്. അപ്പോ ഫമൻ ഖാഫല്ലാഹ തഖറബ ഇലൈഹി ഫയഹ്സുല്ലഹു വസുക്കൂൻ, അള്ളാഹു ഓർക്കുന്നതിലൂടെ മാത്രമാണ് ഹൃദയങ്ങൾക്ക് യഥാർത്ഥ ശാന്തിയും ആശ്വാസവും ലഭിക്കുന്നത്. ഇനി അവസാന അർത്ഥത്തിലേക്ക് വന്നാല്, അവസാനത്തെ തന്നെയാണെന്ന് തോന്നുന്നു, തീവ്രമായ അനുരാഗം. അതായത് എപ്പോഴും പോയി അടുക്കാൻ തോന്നുന്ന ഒരവസ്ഥ, ഒരു അനുരാഗബദ്ധമായ ഒരവസ്ഥ. അപ്പോ ഈ അറബി ഭാഷയിൽ അമ്മിഞ്ഞപ്പാൽ കൂടി നിർത്തപ്പെട്ട ഒട്ടകക്കുട്ടി അതിന്റെ തള്ളയോട് കാണിക്കുന്ന തീവ്രമായ അടുപ്പത്തെ സൂചിപ്പിക്കാൻ അറബി ഭാഷയിൽ ഈ പദം ഉപയോഗിക്കാറുണ്ട്. അതായത് ഒട്ടകക്കുട്ടിയുടെ മുലകുടി നിർത്തിയാല്, മുലകുടി നിർത്തുകയും ചെയ്തു, അതായത് അങ്ങോട്ട് ചെല്ലാനും പറ്റൂല, പക്ഷെ എന്നാലും അങ്ങനെ ഉണ്ടല്ലോ, കുട്ടിയുടെ മുലകുടി നിർത്തുന്ന സമയത്തുള്ള അനുഭവമുള്ള ആളുകൾക്ക് മനസ്സിലാവും. ഉമ്മാന്റെ അടുത്ത് ഇങ്ങോട്ട് വരും, പക്ഷെ കൊടുക്കണമെന്നുണ്ടാവും, പക്ഷെ അകറ്റണമെന്നുണ്ടാവും. ഇങ്ങനെ 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 മുലകുടി നിർത്തപ്പെട്ട കുട്ടിക്ക് ഉമ്മയോട് മുല കുടിക്കാൻ വീണ്ടുള്ള ഒരു ത്വര ഉണ്ടാവും. ശരിക്കും സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ഒരു ബന്ധം എന്നുള്ളത് പടച്ചോന് അത്ര ആവശ്യമാണ്. നിർത്തപ്പെട്ട ഒരു മുലകുടി ബന്ധം ആണ് യഥാർത്ഥത്തിൽ വേറൊരു രീതിയിൽ ഒരു മൃഗത്തിന് അതല്ലെങ്കിൽ ഒരു കുട്ടിക്ക്. അപ്പൊ അലഹ എന്ന് പറയുന്ന പദത്തിന് അങ്ങനെ ഉണ്ട്. അപ്പൊ അറബിയിൽ ഉപയോഗിക്കും, ആ ബ്രാക്കറ്റിൽ ഇട്ട് നോക്കി നിങ്ങൾ, അലഹൽ ഫസീലു ബി ഉമ്മിഹി ഇദാ ഊലിയ ബി ഉമ്മിഹി. അതായത് ഒട്ടകക്കുട്ടി അതല്ലെങ്കിൽ ആട്ടിൻകുട്ടിക്ക് ഉപയോഗിക്കും കേട്ടോ. ഒട്ടകക്കുട്ടി എന്ന് ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഒരു ആട്ടിൻകുട്ടി അതിന്റെ അമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ വേഗം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് പാഞ്ഞു വരുന്നതിനെ ശരിക്കും ഇലാഹ് എന്നുള്ള വാക്കിനായിട്ടാണ് അതിന് ബന്ധം. അപ്പൊ ഒരുപാട് അർത്ഥങ്ങൾ ഭാഷാപരമായി തന്നെ ഇതിന് ഉണ്ട്. സൃഷ്ടികൾ എല്ലാ സാഹചര്യങ്ങളിലും അള്ളാഹുവിലേക്ക് മാത്രം ഹൃദയം കൊണ്ട് തിരിയുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഇനി അടുത്തതിലേക്ക് പോയാല് ഉയർച്ച എന്നൊരർത്ഥം കൊണ്ട് ഒരു അർത്ഥം കൂടി ഉണ്ട് അതിന്, ഉയർച്ച എന്നൊരർത്ഥമുണ്ട്. അപ്പൊ ഉയർന്നു നിൽക്കുന്നത് അറബി ഭാഷയിൽ അവസാന ഭാഗം നോക്കിയേ, ഇതാ ത്വലഅത്തി ശംസു തഖൂലു ലാഹത്ത്, സൂര്യൻ ഉദിക്കുന്നതിന് എന്ത് പറയും? തൊല എന്നല്ലേ നമ്മൾ പറയാ, തൊല അൽ ബദറു എന്നല്ല അറബി ഭാഷയിൽ സാധാരണ നമ്മൾ പറയാറ് ഉദിച്ചു എന്നുള്ളതിന്. പക്ഷെ അറബി ഭാഷയിൽ വേറൊരു പ്രയോഗമുണ്ട്, ലാഹ.
അതും ഉദിച്ചുയർന്നു. ഉദിച്ചുയർന്നാൽ അതിനെ ലാഹ എന്നാ പറയാ. അപ്പോ എത്രയോ അർത്ഥം വന്നു. ഇതെല്ലാം കാണാതെ പഠിക്കണമെന്നല്ല. മറഞ്ഞിരിക്കുന്നത്, ഉയർന്നിരിക്കുന്നത്, അതുപോലെ തന്നെ തീവ്രമായ അനുരാഗമുള്ളത്, അതുപോലെ തന്നെ അഭയ കേന്ദ്രം, അത്ഭുതപ്പെട്ടു പോകുന്നത്, ആരാധിക്കപ്പെടുന്നത് എന്നൊരർത്ഥം. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോ എന്താ അതിന്റെ ഒരു കനം, അല്ലേ? അപ്പൊ അള്ളാഹു അള്ളാഹു അല്ലാതെ കെലിമത്തു തൗഹീദിൽ ഉപയോഗിച്ച പദത്തിന്റെ ഒരു കനമാണ്. ഇനി അത് ഭാഷാപരമായ അർത്ഥമാണ്. ഇനി സാങ്കേതികമായ അർത്ഥത്തിലേക്ക്, ശരീരത്തിന്റെ അർത്ഥത്തിലേക്ക് വന്നാൽ, അടുത്തയിലേക്ക് പോയാല് നിങ്ങൾ നോക്കൂ. ഈ രണ്ടാം അതിന്റെ തൊട്ടുമുമ്പ് ആ അതായത് ഖുർആനിലും ഉം അതന്നെ അതിന് ശേഷമുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇലാഹ് എന്നുള്ളത് കൊണ്ട് അതിന്റെ യഥാർത്ഥ അടിസ്ഥാന ഭാഷാർത്ഥമായ ആരാധിക്കപ്പെടുന്നവൻ എന്നത് തന്നെയാണ് അതിന്റെ ഉദ്ദേശം. അപ്പോ മക്കയിലെ ബഹുദൈവാരാധകർക്ക് അള്ളാഹുവാണ് തങ്ങളെ റബ്ബ്, അള്ളാഹുവാണെന്ന് അറിയാലോ, ഖാലിക്ക്. പക്ഷെ എങ്കിലും തങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾക്ക് അവര് ആലിഹത്ത് എന്ന് പേരിട്ടിരുന്നു. ഇലാഹ് എന്നുള്ളതോടൊപ്പം എന്ത് പേരിട്ടുന്നല്ലേ ഖുറാനിൽ കാണാലോ പലയിടങ്ങളില്. ഇലാഹിന്റെ ബഹുവചനമാണ് എന്ത്? ആലിഹത്ത് കേട്ടോ. അപ്പൊ ഇലാഹ് അള്ള മാത്രാക്കണോ? റബ്ബ് അള്ളയാണ്, സൃഷ്ടിച്ചത് അള്ളയാണ്, ഇതൊക്കെ അള്ളയാണ്. പക്ഷെ ഇലാഹ് അള്ള മാത്രമാണോ? വേറെ ആളുകളെ ആരാധിച്ചൂടെ എന്നുണ്ടായിരുന്നു. അപ്പോ ഖുർആൻ പറയുന്നത് ഇതാണ്: വത്തഖദു മിൻ ദൂനിഹി ആലിഹത ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ. സൃഷ്ടിക്കാത്തതിനെ അവയെയാണോ ഇവർ ആലിഹത്തുകളായി സ്വീകരിച്ചിട്ടുള്ളത്? അവർ സ്വീകരിച്ചിരിക്കുന്നത് ഒന്നും സൃഷ്ടിക്കാത്തവയാണ്. വഹും യുഖ്ലഖൂൻ, അവരാകട്ടെ സൃഷ്ടിക്കപ്പെട്ടവരുമാണ്. കല്ലായാലും ഇനി ദേവികളായാലും മഹാന്മാരായാലും അള്ളാഹുവിന്റെ കയ്യാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അവർ. വലാ യംലികൂന ലി അൻഫുസിഹിം ദർറൻ വലാ നഫ്അ, അവർക്ക് സ്വയം നിലക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ആർക്കും ഏൽപ്പിക്കാൻ പറ്റൂല. വലാ യംലികൂന മൗത്തൻ വലാ ഹയാത്തൻ വലാ നുഷൂറ, ജീവിതമോ മരണമോ നാളെ ഇനി പരലോകത്ത് പുനരുത്ഥാനമോ ഒന്നും ഇവരുടെ കൺട്രോളിലല്ല. പിന്നെ എങ്ങനെ ഇവര് ഇലാഹാകുന്നത്? ഇതാണ് ചോദിക്കുന്നത്. അപ്പൊ മക്കയിലെ മുശ്രിക്കുകളുടെ ചോദ്യമാണ്. അതിന് താഴെയുള്ള ആയത്ത് അതാണ്: അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ. അജഅല, ഈ പ്രവാചകൻ വന്നിട്ട് ഞങ്ങളുടെ ആലിഹത്തുകളെ ഇലാഹൻ വാഹിദ, ഒറ്റ ഇലാഹിലേക്ക് ചുരുക്കിയോ? എന്താ പടച്ചോൻ മാത്രമാണ് ഇലാഹ് എന്നാണ് ഇയാൾ പറയുന്നത്? അപ്പൊ ബാക്കി ഇങ്ങനെ കാണുന്ന ബാക്കിയുള്ള ഇലാഹുകളോ? ഇന്ന ഹാദാല ഷെയ്ഉൻ ഉജാബ്, ഇത് വല്ലാത്ത അത്ഭുതം തന്നെ കേട്ടോ. ഇത് ഒരൊറ്റ സുപ്രഭാതത്തിൽ വന്നിട്ട് ബാക്കിയുള്ളതിനൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയണം, അല്ല മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. ഇതായിരുന്നു പ്രശ്നം. അതുകൊണ്ടാണ് ഇസ്ലാമിലെ കലിമത്തു തൗഹീദില് ഈ ഏതോ ഒരു പടച്ചവനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ടാവും റബ്ബില്. പക്ഷെ ആ റബ്ബ് തന്നെയാകണം ഇലാഹ് എന്നുള്ള ഇസ്ലാമിന്റെ ഈ നിർബന്ധത്തിൽ പലരും അംഗീകരിക്കുന്നില്ല എന്നുള്ളിടത്താണ് ഇസ്ലാമിലെ തൗഹീദ് കിടക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള മതങ്ങളൊക്കെ ചിലപ്പോ റബ്ബില് നമ്മളോട് യോജിക്കുന്നുണ്ടാവും, എന്തില് യോജിക്കുന്നുണ്ടാവൂല? ക്രിസ്തു മതത്തെ സംബന്ധിച്ചിടത്തോളം, ജൂതമതത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമ്മൾ ഈ പറയുന്ന ഈ റബ്ബ് ഏതന്നെയായിരിക്കും? ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം തന്നെ എന്താ പറയും. പക്ഷെ ഇലാഹ് എന്നൊരർത്ഥത്തിൽ ദൈവിക പദവിയും ദൈവിക പരിവേഷവും ആരാധനയും പിന്നെ അള്ളാഹ് സാലിസു സലാസ എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ മസീഹുബിനാർ ഈസാ മറിയമിനെ ഇലാഹാക്കി എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ ഇലാഹാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോ അടുത്തതിലേക്ക് വന്നാല് ഇതാണ് ഇതിന്റെ ഒരു സാങ്കേതിക അർത്ഥം. ഇനി ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹിനെ കുറിച്ച് പറയുന്നത് അതിന്റെ അറബി താല്പര്യമുള്ളവർക്ക് അവിടെ ഇട്ടിട്ടുണ്ട്. ഹുവല്ലദീ യസ്തഹിഖു അൻ യുഅബദ്, തീർച്ചയായും ആരാധിക്കപ്പെടാൻ അർഹൻ അവനാണ്. ആര്? അള്ളാഹു. മഅ്ലൂഹ്, മഅ്ലൂഹ് എന്ന് പറഞ്ഞാൽ ഇലാഹ് എന്ന് തന്നെ അർത്ഥം. നേരത്തെ നമ്മൾ മക്തൂബ് എന്നുള്ളത് കിതാബ് എന്ന് അർത്ഥം പറഞ്ഞല്ലോ. മക്തൂബ് എന്ന് എഴുതുമ്പോൾ മഫ്ഊല് എന്നുള്ളതിന്റെ പോലെയല്ലോ മക്തൂബ് എന്ന് പറഞ്ഞാൽ. മക്തൂബിന്റെ അർത്ഥം കിതാബ് എന്നാണെങ്കിൽ മഅ്ലൂഹിന്റെ അർത്ഥം ഇലാഹ് എന്നാണ്. ഹുവല്ലദീ യസ്തഹിഖു അൻ യുഅബദ്, അവനാണ് തീർച്ചയായും ഇബാദത്ത് ചെയ്യാൻ അർഹൻ. وكونه يستحق أن يعبد هو بما اتصف به من الصفات التي تستلزم أن يكون هو المحبوب محبوب غاية الحب المخلوق له غاية الخضوع. അതുകൊണ്ട് തന്നെ എല്ലാവരും യഥാർത്ഥത്തിൽ പരമമായി സ്നേഹിക്കേണ്ടത് അവനെയാണ്. കീഴ്പ്പെടേണ്ടതും വിനയാന്യതരാകേണ്ടതും ആകേണ്ട ഗുണം യഥാർത്ഥത്തിലുള്ളതാർക്കാണ്? അള്ളാഹുവിനാണ്. ഇബ്നു തൈമിയ്യ പറഞ്ഞ പണ്ഡിത വചനം എന്നുള്ള നിലക്ക് സൂചിപ്പിച്ചതാണ് അതില്. ഇനി അടുത്തേക്ക് പോയിക്കോട്ടെ സാഹിബേ. പിന്നെ ഇബ്നുൽ ഖയ്യിം പറയുന്നു ഹുവല്ലദീ തഅലഹുൽ ഖുലൂബു മഹബ്ബത്തൻ. ഇബ്നുൽ തൈമിയുടെ ശിഷ്യനാണ് ഇബ്നുൽ ഖയ്യിം.
ഇങ്ങനത്തെ വിവരങ്ങളൊക്കെ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി കേട്ടോ. ഇങ്ങനെ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഹുവല്ലദീ തഅലഹുൽ ഖുലൂബു മഹബ്ബത്തൻ വ ഇജ്ലാലൻ വ ഇനാബത്തൻ വ ഇക്റാമൻ വ തഅലീമൻ വദുല്ലൻ വ ഖുദൂഅൻ വ ഖൗഫൻ വ റജാഅൻ വ തവക്കുലൻ. അപ്പൊ അള്ളാഹു ഇലാഹാകുന്നു എന്ന് പറയുമ്പോൾ എന്തൊക്കെ അർത്ഥം നോക്കിയേ. സ്നേഹം, ബഹുമാനം. യഥാർത്ഥ സ്നേഹം ആർക്കാ കൊടുക്കുന്നത്? അള്ളാഹുവിന്. യഥാർത്ഥ ബഹുമാനം, യഥാർത്ഥ പശ്ചാത്താപം. മനുഷ്യരോടൊക്കെ നമ്മൾ പശ്ചാത്താപം നടത്തും, പക്ഷെ അതൊക്കെ മനുഷ്യരെന്നുള്ള നിലക്ക് നടത്തും. യഥാർത്ഥ പശ്ചാത്താപം, യഥാർത്ഥ ആദരവ്, യഥാർത്ഥ മഹത്വം, യഥാർത്ഥ വിനയം, യഥാർത്ഥ കീഴ്വണക്കം, യഥാർത്ഥ ഭയം, യഥാർത്ഥ പ്രതീക്ഷ. പ്രതീക്ഷ ആരില്ല? നാളെ വരാനിരിക്കുന്ന ഓഫർ ലെറ്ററിലൊന്നല്ല. ശരിക്കും ആരില്ല? പ്രതീക്ഷ അള്ളാഹുല. ഭരമേൽപ്പിക്കൽ, ഇന്നാളെ കണ്ടിട്ട് ഞാൻ ചെയ്തു എന്നല്ല. ആരിലാണ് കാണുന്നത്? അള്ളാഹുവിലാണ് കാണുന്നത്. എന്നിവയോടെ ഹൃദയങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവനാണ്, ആരാധിക്കുന്നവനാണ് ഇലാഹ്. പടത്തിലേക്ക് പോയിക്കോളി ഹബീബ് സാഹിബേ. ഈ ഇബ്നു റജബ് ഇങ്ങനെ കുറച്ച് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി എക്സ്ട്രാ ഇട്ടതാണ്. നിങ്ങളത് PDF വായിച്ചാൽ മതി. അടുത്തതിലേക്ക് പോയി. അൽബിക്ക ഈ ഇതൊക്കെ വേറൊരു പണ്ഡിതനാണ്, അത്തീബി വേറൊരു പണ്ഡിതനാണ്. ഇനി നമ്മൾ ആയത്തുകളിലേക്ക് വരിക. ഇപ്പൊ സൂറത്ത് ആൽ ഇമ്രാനിന്റെ 18ാമത്തെ സൂക്തം. 18ാമത്തെ സൂക്തത്തില് നമ്മള് ഇൻഷാ അല്ലാ നമ്മുടെ ഉമർ സാഹിബ് ഉണ്ടോ ഇതില്? അവരെ ഇതാക്കി കൊടുക്കേണ്ടി വരുമോ? സമയം പോവോ? മദീഹ സാഹിബ് ഉണ്ട്. മദീഹ സാഹിബ് അതൊന്ന് ഓതുവോ? മനസ്സിലാ? അതൊന്ന് ഓതിയേക്ക് കേട്ടോ. സൂറത്ത് ആൽ ഇമ്രാൻ. കേൾക്കാം. ഓതി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم. അർത്ഥം കൂടി പറഞ്ഞോളി. താനല്ലാതെ ദൈവമില്ലെന്ന് അള്ളാഹു സ്വയം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അജയ്യനും അഭിജ്ഞനുമായ അവനല്ലാതെ സത്യത്തിൽ ഒരു ദൈവവുമില്ലെന്ന് മലക്കുകളും ജ്ഞാനികളൊക്കെയും നീതിപൂർവം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഓക്കെ. അപ്പോ ശരിക്കും ഇത് സൂറത്തുൽ ബഖറയിൽ തന്നെ അല്ലാഹു ലാ ഇലാഹ് എന്നുള്ള വാക്ക് ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മളിത് പറയാനുള്ള ഒരു കാരണം, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ല എന്നുള്ളതിന്റെ ആദ്യത്തെ സാക്ഷി ആരാണ്? അള്ളാഹ് തന്നെയാണ്. വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കേട്ടോ. ഞാനല്ലാതെ വേറെ ഇലാഹില്ല എന്നുള്ളതിന് നമ്മളിങ്ങനെ പറയില്ലേ, നീ കണ്ടിട്ടില്ല എന്നൊന്നുമല്ല, ഞാൻ തന്നെ പറയുന്നു. അള്ളാഹ് പറയണം ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ വൽ മലായികത്തു. പിന്നീട് അള്ളാഹിന്റെ മലക്കുകൾക്കാണ് അതിന്റെ ഒരു ഗൗരവവും അതിന്റെ വലുപ്പവും ആ മഅ്ലൂഹ് ഇലാഹ് എന്ന് പറയുന്ന അതിന്റെ ഗാംഭീര്യവും ശരിക്കും മനസ്സിലാവുക. വ ഉലുൽ ഇൽമി, ഇൽമുള്ള എല്ലാ കൂട്ടരും, അതായത് ഇൽമ നൽകപ്പെട്ടത് പ്രവാചകന്മാർക്ക്, മഹത്തായ ജ്ഞാനികൾക്ക്, അതുപോലെ തന്നെ യഥാർത്ഥ വിശ്വാസികൾക്ക്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും സാക്ഷ്യം. എന്തുകൊണ്ട് നിങ്ങൾ ഇലാഹായ അള്ളാഹുവിന് വഴിപ്പെടണമെന്ന് ചോദിച്ചാൽ അള്ളാഹ് പറയണം എൻ്റെ കൂടെ നിൽക്കും. നമ്മൾ ചില ആളുകളോട് പറയില്ലേ, ഞാനാട്ടോ പറയണേ എന്ന് പറയില്ലേ. ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ പറയാം, ഞാനാണ് ഈ പറയണത്, എൻ്റെ അടുത്ത് ടേക്ക് ഇറ്റ് ഫ്രം മീ എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ. ബിലീവ് മീ, എന്നെ വിശ്വസിക്കും. അള്ളാഹ് പറയണം ഞാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്. ഖായിമൻ ബിൽ ഖിസ്ത്, ഇത് നീതിപൂർവമായ സാക്ഷിയാണ്, വെറുതെ ഒന്നല്ല. അങ്ങനെയുണ്ടല്ലോ, ഇത് എന്താണ് വെറുതെ ഇങ്ങനെ തോന്നിയ പോലെ പറയുന്നൊന്നല്ല. ലാ ഇലാഹ ഇല്ലാഹു, അതിന്റെ ഒരു ഭംഗി നോക്കിയേ. വീണ്ടും ലാ ഇലാഹ ഇല്ലാഹു അൽ അസീസുൽ ഹക്കീം. അവനല്ല, അതായത് അള്ളാഹ് തന്നെയാണ് സാക്ഷി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ലാ ഇലാഹ അവിടെ പറയണം. ഇനി ലാ ഇലാഹ ഇല്ലല്ലയും ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ഒക്കെ പറയുന്നിടത്ത്
നിങ്ങൾ ഖുറാനിലെ ഏതായത്ത് വരുമ്പോഴും അള്ളയാണ് ഇങ്ങനെ സാക്ഷ്യം വഹിച്ചേക്കണത് എന്നുള്ളതൊന്ന് നിങ്ങൾ പറഞ്ഞു നോക്കിയേ. അതിന്റെ തഫ്സീറിൽ ഇനി അടുത്ത അതിന്റെ ആയത്തിൽ നിങ്ങൾ നോക്കി നോക്കിയേ തഫ്സീറിൽ. ഇമാം ഇബ്നു കസീർ പറയുന്നത് അള്ളാഹു തന്റെ ഏകത്വത്തിന് സ്വയം സാക്ഷ്യം വഹിക്കുന്നതിലൂടെ അവന്റെ പരമാധികാരവും നീതിയും വ്യക്തമാക്കുന്നു. മറ്റൊരാളെ കൊണ്ട് ഈ എന്താണ് ഇടയാളന്മാരെ വെച്ചിട്ടല്ല പറഞ്ഞിട്ടുള്ളത്. അല്ല തന്നെ പറയണം. പ്രവാചകന്മാര് മുഖേനയാണ് ഇത് പറയിപ്പിച്ചത്. പക്ഷെ അല്ല സ്വയം ഏറ്റെടുത്തിട്ടും കൂടിയാണ് പറയുന്നത്. അള്ളാന്റെ കലാമിലൂടെ പറയണത്. ഹദീസ് മാത്രമല്ല നമുക്ക് കിട്ടിയത്, അള്ളാന്റെ കലാമ് നേരിട്ട് കിട്ടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വേറെ സംസാരിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ നബിയുടെ വാക്കുകൾ, ഹദീസുകൾ, സുന്നത്ത് എന്നൊക്കെ പറയാം. പക്ഷേ അല്ല തന്നെ നേരിട്ട് പറയുന്നു, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ. മലക്കുകളും അറിവുള്ളവരും ഈ സത്യത്തിന് സാക്ഷികളാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. അത് ഇബ്നു കസീർ പറയണം. ഇനി ഖുർത്തുബി പറയുന്നത് നോക്കിയേ. ഇമാം ഖുർത്തുബി 6-ാം നൂറ്റാണ്ടിലെ പണ്ഡിതനാണ്. ഇമാം ഇബ്നു കസീർ 7-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ടിലെ പണ്ഡിതനാണ്. ഇമാം മൗദൂദി കഴിഞ്ഞ നൂറ്റാണ്ടിലെ പണ്ഡിതനാണ്. അപ്പൊ ഇങ്ങനെ 2-3 ഘട്ടങ്ങളിലെ പണ്ഡിതന്മാരെ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ നമ്മള്. ഈ വചനം പണ്ഡിതന്മാരുടെ ഉന്നത പദവിയാണ് കാണിക്കുന്നത്. കാരണം അള്ളാഹു തന്റെ സാക്ഷ്യത്തോടൊപ്പം അവരുടെ സാക്ഷ്യത്തെയും ചേർത്ത് പറഞ്ഞു. പണ്ഡിതന്മാരുടെ എന്നുള്ളതിനേക്കാൾ അറിവുള്ള യഥാർത്ഥ ജ്ഞാനികൾ, അവർക്ക് അള്ളാഹു നൽകിയ യഥാർത്ഥ അറിവുണ്ടല്ലോ, അള്ളാഹിന്റെ വഹിയിൽ നിന്ന് നൽകപ്പെടുന്ന ഈ അറിവുണ്ട്. ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും അറിവാ. അള്ളാഹുവിന്റെ വിജ്ഞാനമാണ് നിങ്ങൾക്ക് പകുത്തു തരുന്നത്. അപ്പൊ നമുക്ക് ഖുർആനിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടുമ്പോൾ ഈ ലോകത്ത് മറ്റു പലരും കണ്ടുപിടിച്ച കുറേ വിവരങ്ങൾ നമുക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നും, നമ്മളെ പോലുള്ള മനുഷ്യര്. പക്ഷെ അള്ളാഹുവിന്റെ വിവരത്തിൽ നിന്ന് നമുക്ക് പങ്കുവെച്ച് തരുന്ന ആ ഇൽമെടുത്തത് ശരിക്കും വലിയ ഒരു പദവിയാണ് ആ അറിവ് പഠിക്കുന്നതിലൂടെ നമുക്കുള്ളത്. ഖുർആൻ പഠനമൊക്കെ അതിൻ്റെ ഒരു തെളിവാണ്. മൗലാന മൗദൂദ് സാഹിബ് പറയുന്നത് പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥിതി മുഴുവൻ അള്ളാഹുവിന്റെ ഏകത്വത്തിന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. ഈ ലോകം തന്നെ, മലായിക്കത്തും അറിവുള്ള എല്ലാവർക്കും ഇതിനെ ചുറ്റൊന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാകുന്നതാണ് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അറിവുള്ള എല്ലാവർക്കും ഒന്ന് അവരുടെ നിരീക്ഷണം കൊണ്ടും അവരുടെ ബോധ്യം കൊണ്ടും അവരെത്തുന്ന അവസ്ഥയാണത്. മനുഷ്യർക്ക് സത്യം മനസ്സിലാക്കാൻ അറിവുള്ളവരുടെ സാക്ഷ്യം വലിയൊരു വഴികാട്ടിയാണ്. ഇനി അടുത്തതിലേക്ക് പോട്ടെ. സജദ സാഹിബ് ഉണ്ടോ? സൈനബ് സാഹിബ് ഉണ്ട്. സൈനബ് സാഹിബ. ഓക്കെ, സൈനബ് സാഹിബ് പറഞ്ഞോളൂ. ഈ ആയത്തൊന്ന് ഓതിക്കോളി. أعوذ بالله من الشيطان الرجيم. فقالوا لا. കേൾക്കാം. بسم الله الرحمن الرحيم. ولا تدعوا مع الله إلها آخر لا إله إلا هو كل شيء هالك إلا وجهه له الحكم. كل شيء هالك إلا وجهه له الحكم وإليه ترجعون. له الحكم. ما شاء الله. ولا تدع مع الله إلها آخر لا إله إلا هو كل شيء هالك إلا وجهه له الحكم وإليه ترجعون. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ആയത്ത്, സാധിക്കുന്നവർ മുഴുവൻ ആയത്തും ഹിഫ്ള് ചെയ്തോട്ടോ. കാരണം നമ്മൾ അർത്ഥസഹിതം പഠിക്കുന്ന ഭാഗങ്ങളൊക്കെ ആയതുകൊണ്ടേ നല്ലതാണ്. അർത്ഥം പറയുന്നത് അള്ളാഹുവിന്റെ കൂടെ മറ്റൊരു ദൈവത്തെയും പ്രാർത്ഥിക്കരുത്. അവനല്ലാതെ വേറെ ദൈവമേതുമില്ല. അവന്റെ സത്തയല്ലാത്തതും ഒക്കെയും നശ്വരമാകുന്നു. അവന് മാത്രമാകുന്നു ശാസനാധികാരം. നിങ്ങളൊക്കെയും അവങ്കിലേക്കു തന്നെ മടക്കപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇത് കുറച്ചും കൂടി ഒരു എളുപ്പത്തിൽ പറഞ്ഞ കുല്ലു ഷൈഇൻ ഹാലിക്കുൻ, എല്ലാ സംഗതി നശിച്ചു പോകും. ഹലക്കാന്ന് പറഞ്ഞ ഹലാക്കിലാവെന്ന് അറിയില്ല നമ്മള്. കുല്ലു ഷൈഇൻ, അതാണ് ആ ഹലക്കാട്ടോ. വലാ തദ്ഉ മഅ അല്ലാഹി ഇലാഹൻ ആഖർ. ഖുർആനിൽ പല ഇടങ്ങളിലും ഉണ്ട് ഈ ആയത്ത്. വലാ തദ്ഉ മഅ അല്ലാഹി ഇലാഹൻ ആഖർ, വേറെ ഇലാഹിനെ നിങ്ങൾ, വേറെ ഇലാഹ് കഴിഞ്ഞിട്ട് പറഞ്ഞത് ആഖർ എന്നാണ്. വേറെ ഇലാഹിനെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് അള്ളാഹുവിനോടൊപ്പം. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ വേറെ ഇലാഹില്ലല്ലോ. കാരണം നേരത്തെ പറഞ്ഞ ഷഹീദ് അല്ലാഹു അന്നഹു ലാ ഇലാഹ
ഇല്ലാഹു എന്നല്ലേ. ഇനിയിപ്പോ ഇതിലേക്ക് കണക്ട് ചെയ്ത് നോക്കി നിങ്ങൾ. അതായത് ലാ ഇലാഹ ഇല്ലാഹു, കാരണം അല്ലാഹുല്ലാതെ വേറെ ഇലാഹ ഇല്ലല്ലോ. കുല്ലു ഷൈഇൻ ഹാലിക്കുൻ ഇല്ലാ വജ്ഹ, അവന്റെ സത്തയല്ലാതെ, അവനല്ലാതെ വേറൊന്നും ബാക്കിയാവില്ലല്ലോ, ഒക്കെ നശിച്ചു പോകാനുള്ളതാണല്ലോ. ലഹുൽ ഹുക്മു വ ഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് മടക്കം, അവന്റേതാണ് വിധി, അവനാണ് തീർമാനം പറയാ. ഇത് സൂറത്തുൽ ഖസസിന്റെ അവസാന ഭാഗം കേട്ടോ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ: അള്ളാഹുവിന്റെ സത്തയൊഴികെ പ്രപഞ്ചത്തിലെ മറ്റെല്ലാം നശിച്ചു പോകുന്നവയാണെന്ന് ഈ വചനം ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ ആരാധനയും പ്രാർത്ഥനയും അള്ളാഹുവിന് മാത്രമായിരിക്കണം. അതായത് നിങ്ങളെപ്പോലെ തന്നെ ഏതെങ്കിലും ഒരു സംഗതി, നമ്മുടെ വിഷയം ഇലാഹാണ്, ഇതിൽ നിന്ന് തെന്നിപ്പോകരുത് കേട്ടോ. ഈ ആയത്തല്ല, ഈ ഞാൻ നിങ്ങളിങ്ങനെ പറയാനുള്ള ഒരു കാരണം, നിങ്ങൾ ഈ ആയത്തുകളുടെ എന്താണ് അതിന്റെ ആ ഭാഗം വിശദീകരിക്കാത്ത, ഈ ഭാഗം വിശദീകരിക്കാത്ത എന്നൊക്കെ തോന്നും. ആ ഇലാഹിലേക്ക് ചേർത്തിട്ടാണ് ഈ അർത്ഥം നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് ഈ ലോകത്തൊക്കെ നശിച്ചു പോകും. ഇങ്ങനെ നശിച്ചു പോകുന്നതിനെയല്ല നിങ്ങൾ എന്താക്കേണ്ടത്, ഇലാഹാക്കേണ്ടത്. നശിക്കാത്തതിനെയാണ് ഇലാഹാക്കേണ്ടത്. അതുകൊണ്ടാണ് അള്ളയാണ് ലാ ഇലാഹ ഇല്ലാഹു, അവനാണ് ഇലാഹ്. ഖുർത്തുബി പറയാണ്, അള്ളാഹുവിന്റെ സത്തയൊഴികെ മറ്റെല്ലാം ശൂന്യമാകുമെന്നത് പ്രപഞ്ചത്തിന്റെ താൽക്കാലിക സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. അതായത് ഈ പ്രപഞ്ചം നശിച്ചു പോകും എന്നുള്ളത് തന്നെ ഈ ആയത്തിലുണ്ട്. ഒക്കെ നശിച്ചു പോകാനുള്ളതാണ്. അതുകൊണ്ട് പരമാധികാരവും അന്തിമ വിധി തീർപ്പും അള്ളാഹുവിന് മാത്രമുള്ളതാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. അപ്പൊ ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയുമ്പോ ആ കൂട്ടത്തിൽ ഇവിടെ പറഞ്ഞത് ലഹുൽ ഹുക്കുമു, അധികാരം ആരുടേതാണ്, അള്ളാഹിൻ്റെതാണെന്ന് പറയുമ്പോൾ ദുനിയാവിൽ കുറച്ച് അധികാരികളുണ്ട്. പിന്നെ ഇലൈഹി തുർജഊൻ, നിങ്ങൾ അവനിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പോകുന്നു എന്നുള്ള പേടി മാത്രമാണ് ഉണ്ടാവുക. പക്ഷെ പേടി മാത്രമല്ല, ഈ ലോകത്തെ അധികാരികൾ നിങ്ങൾ അന്യായമായി ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഭരിച്ചിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥ അധികാരി ഇവരൊന്നല്ല. ആരാണ്? അള്ളയാണ്. അള്ളാഹുലേക്ക് നിങ്ങൾ മടങ്ങുകയാണ്. ഇനി മൗദൂസെ പറയും, ലൗകിക ശക്തി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള ശക്തികളും വ്യാജ ദൈവങ്ങളും നശ്വരമാണെന്നും അള്ളാഹുവിന്റെ ഭരണം മാത്രമാണ് ശാശ്വതമെന്നും ഈ വചനം പഠിപ്പിക്കുന്നു. മനുഷ്യൻ മടങ്ങിച്ചെല്ലേണ്ടത് അവന്റെ മുമ്പിലേക്കാണെന്ന ബോധം ഇത് നൽകുന്നു. ഇനി അടുത്ത ആയത്തിലേക്ക് വന്ന ഒരാൾ ഓതു. സജദ സാഹിബ അൺമ്യൂട്ടാക്കാൻ പറ്റുമോ? ആരാ? സജദ. ഓക്കെ. أعوذ بالله കേൾക്കാവോ? കേൾക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يدع مع الله إلها آخر لا برهان له به فإن حسابه عند ربه إنه لا يفلح الكافرون. ഒരുവൻ ഒരു പ്രമാണവുമില്ലാതെ അള്ളാഹുവിന്റെ കൂടെ ഇതര ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവന്റെ വിചാരണ റബ്ബിങ്കൽ തന്നെയാകുന്നു. ഇത്തരം നിഷേധികൾ ഒരിക്കലും വിജയം വരിക്കുകയില്ല. ഓക്കെ, മാഷാ അല്ലാഹ്. അപ്പോൾ ഇത് നല്ല സൂപ്പർ ഒരായത്ത്. ഇത് നിങ്ങൾക്ക് നേരത്തെ നമ്മൾ റബ്ബ് പഠിച്ചതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റും. നോക്കിയേ, അല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിനൊപ്പം ഏതെങ്കിലും ആളുകളെ ആരെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ലാ ബുർഹാന ലഹു ബിഹി, അതിനൊരു തെളിവും അവന്റെ കയ്യിലില്ല. എന്നിട്ട് അള്ളാഹിന്റെ കൂടെ വേറെ ആളുകളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഫഇന്നമാ ഹിസാബുഹു, അവന്റെ വിചാരണ വരുന്ന ആരുടെ അടുത്താണ്? നോക്കിയേ, റബ്ബിഹി. കഴിഞ്ഞ തവണ നമ്മ റബ്ബല്ലേ പഠിച്ച്. അതായത് ഇലാഹ് വേറെ വല്ലവരൊക്കെ ആക്കിയവര്, അവര് ശരിക്കും ഹിസാബിന്റെ സമയത്ത് അവരുടെ റബ്ബിന്റെ അടുത്ത് എത്തൂലോന്ന്, ഇലാഹിന്റെ അടുത്ത് എത്തൂലോന്നല്ല പറഞ്ഞേ. അതായത് നിങ്ങളെ മരിപ്പിച്ച് ജീവിപ്പിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ റബ്ബിന്റെ അടുത്തേക്ക് നിങ്ങൾ എത്തും. അപ്പൊ ആ റബ്ബിനെ ആയിരുന്നില്ല നിങ്ങൾ ഇലാഹാക്കി മനസ്സിലാക്കിയിരുന്നതെന്ന് ആർക്ക് മനസ്സിലാവും? നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് കണക്ഷൻ കേട്ടോ. അതായത് അള്ളാഹു അല്ലാത്ത മറ്റൊരാളെ ഇലാഹാക്കി വെച്ചവർ, അവർക്ക് ഒരു തെളിവില്ല അതിന്. നാട്ടിലുള്ള ആൾക്കാരൊക്കെ എന്തൊക്കെയോ പറയുന്നു എന്നല്ലാതെ ഹിസാബുഹു ഇൻദ റബ്ബിഹി,
അവൻ ഹിസാബിന്റെ സമയമാവുമ്പോൾ അവന്റെ വിചാരണ അവന്റെ റബ്ബിങ്കൽ നടക്കും. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, നിഷേധികൾ ഒരിക്കലും വിജയം വരിക്കില്ല. കാരണം റബ്ബാണെന്ന് ഇവർക്ക് അറിയാം അള്ളാഹിനെ കുറിച്ച്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, അള്ളാഹുവിനെ ഇലാഹാക്കുന്നില്ല. അപ്പോ ഇതിനെക്കുറിച്ച് മുഫസ്സിറുകൾ പറയുന്നത്, ഇപ്പോ അത് മുഴുവൻ ഇങ്ങനെ വായിക്കണമൊന്നുമില്ല, പക്ഷെ എങ്കിൽ പോലും നമുക്ക് സമയത്തിനനുസരിച്ച് അത് വായിച്ചു പോകാം. യാതൊരു പ്രമാണവുമില്ലാതെ വ്യാജ ദൈവങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് പരലോകത്ത് കഠിന ശിക്ഷയുണ്ടാകുമെന്ന് ഇബ്നു കസീർ പറയുന്നു. അവിശ്വാസികൾ ഒരിക്കലും വിജയം വരിക്കുകയില്ല എന്ന് ഈ സൂക്തം പ്രഖ്യാപിക്കുന്നു. ഖുർത്തുബി പറയുന്നത്, ഷിർക്കിന് യാതൊരു തെളിവില്ല. ഷിർക്ക് എന്നുള്ളത് ആളുകൾ ഇങ്ങനെ ഇങ്ങനെ കൂട്ടി 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 ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഷിർക്കിന് യഥാർത്ഥത്തിൽ തെളിവേ ഇല്ല എന്ന് അള്ളാഹു പറയുന്നത് ലാ ബുർഹാന ലഹു ബിഹി. ഇതിന്റെ തെളിവ് അള്ളാഹ് പറയാണ്, ഒരു തെളിവുമില്ല ഷിർക്ക് ചെയ്യുന്നവർക്ക്. അത് ശുദ്ധ അസംബന്ധമാണെന്നും ഈ സൂക്തം തെളിയിക്കുന്നു. അള്ളാഹുവിന്റെ കോടതിയിൽ ഇതിനുള്ള വിചാരണ കർശനമായിരിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. മൗദൂദ് സാഹിബ് പറയുന്നത്, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത് യുക്തിരഹിതമാണെന്ന്. ലാ ബുർഹാന ലഹൂബി, ഒരു തെളിവില്ലല്ലോ, അതിന് യാതൊരു ബൗദ്ധിക അടിത്തറയുമില്ല. ബൗദ്ധിക എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ കേട്ടോ. ചില ആളുകൾക്ക് ഇങ്ങനെ അങ്ങനത്തെ വാക്കുകൾക്കൊക്കെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഈ ലൗകിക ബൗദ്ധിക എന്നൊക്കെ ഉള്ളതിന്റെ അർത്ഥം പറയുന്നത്. ബുദ്ധിപരമായ അടിത്തറയില്ലെന്ന് മൗദൂദ് പറയുന്നു. സത്യനിഷേധികൾക്ക് പരലോകത്ത് ശാശ്വതമായ പരാജയമാണ് കാത്തിരിക്കുന്നത്. അടുത്ത ആയത്ത്. നജാത്ത് സാഹിബ അൺമ്യൂട്ട് ആക്കാൻ പറ്റുമോ? നേരത്തെ നമ്മൾ പറഞ്ഞ ആയത്താണത്. അത് ഒന്നുകൂടി ഓതിക്കൂടെ? സൂറത്തുൽ ഫുർഖാന്റെ ഓതിക്കോളൂ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتخذوا من دونه آلهة لا يخلقون شيئا وهم يخلقون ولا يملكون لأنفسهم ضرا ولا نفعا ولا يملكون موتا ولا حياة ولا نشور. എന്നാൽ ജനം അവനെ വെടിഞ്ഞ് ഇതര ദൈവങ്ങളെ എന്നാൽ ജനം അവനെ വെടിഞ്ഞ് ഇതര ദൈവങ്ങളെ വരിച്ചു. അവരോ യാതൊന്നും സൃഷ്ടിക്കുന്നില്ല, എന്നല്ല അവർ തന്നെ സൃഷ്ടിക്കപ്പെടുന്നവരാകുന്നു. തങ്ങൾക്ക് വല്ല ഗുണമോ ദോഷമോ ചെയ്യാനുള്ള അധികാരവും അവയ്ക്കില്ല. മരണമേകാനോ ജീവിതമേകാനോ മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കാനോ കഴിവില്ല. മാഷാ അല്ലാ, നല്ല നല്ല ഖിറാഅത്ത്. വത്തഖദു മിൻ ദൂനിഹി ആലിഹത്തൻ, അള്ളാഹു ഇലാഹായിരിക്കെ തന്നെ, പക്ഷേ അള്ളാഹുവിനെ അവർ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു? മിൻ ദൂനിഹി ആലിഹത്തൻ. ആ വാക്ക് കണ്ടോ, ആലിഹത്തൻ. ഇലാഹ് എന്നുള്ളതിന്റെ ബഹുവചനമാണ് ആലിഹത്ത്. നിങ്ങളുടെ പലരുടെയും അറബി ഭാഷ ലെവല് പല ടൈപ്പിലായിരിക്കും എന്ന് എനിക്ക് അറിയാം. അപ്പൊ ചില ആളുകൾക്ക് ഇങ്ങനെ അറബി ഇങ്ങനെ കൂടുതൽ വരുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടാവും. നമുക്ക് ഇടയ്ക്ക് ചില ക്ലാസ്സുകളെ ഖുറാനിൽ കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന അറബി പദങ്ങളൊക്കെ വെച്ചുകൊണ്ടൊക്കെ ഇടയിലൊക്കെ ചില ക്ലാസ്സുകൾ വെക്കാം. ഒരു ഇടയിലൊക്കെ ഒരു വർക്ക്ഷോപ്പൊക്കെ പോലെ. ഇപ്പൊ യായുല്ലദീന ആമനു, യായുല്ലദീന നാസു എന്നൊക്കെ പറഞ്ഞ ഖുറാനിൽ കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള പദങ്ങൾ വെച്ചുകൊണ്ട് ഞാനൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് തുടക്കത്തിൽ ഓരോ വിഷയ സംബന്ധമായി പോകട്ടെ. ചില ആളുകൾക്ക് ഇങ്ങനെ തോന്നും ഇത് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ക്ലാസ് അല്ല. അങ്ങനെയൊന്നും തോന്നേണ്ട ആവശ്യമില്ല. അവർ ഈ അറബി പറയുന്നതൊന്നും കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കേട്ടാണ് എന്തും ശരിയാവുക കേട്ടോ. അല്ലാതെ എന്തും വളരെ എളുപ്പത്തിലായിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല. കേട്ട് നമ്മുടെ ഒരു ചെവിക്കും നമ്മുടെ കണ്ണിനെ വായിച്ച് അതൊക്കെ ഒരു ഇമ്പുള്ളതായിട്ട് മാറും. ലാ യഖ്ലുഖൂന ശൈഅൻ, അവരൊന്നും സൃഷ്ടിക്കുന്നില്ല. വഹും യുഖ്ലഖൂൻ, എന്നാൽ അവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടതാണ്. വലാ യംലികൂന ലി അൻഫുസിഹിം ലറ, അവർ ഒരു തരത്തിലുമുള്ള ദോഷമുണ്ടാക്കാൻ പറ്റൂല. വലാ നഫ്അൻ, ഒരു ഉപകാരം ഉണ്ടാക്കാൻ പറ്റൂല. വലാ യംലികൂന മൗതൻ, അവർ മരണം ഒരാൾക്ക് മരണം കൊടുക്കാൻ അവർക്ക് പറ്റൂല. വലാ ഹയാത്തൻ, ജീവിതം കൊടുക്കാൻ പറ്റൂല. വലാ നുഷൂറ. എന്തുകൊണ്ട് ഞാൻ ഈ ആയത്ത് സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് കുറച്ചൊരു അന്നെങ്കിൽ ഒരു 15 ആയത്ത് തരാന്നുള്ള അർത്ഥത്തിലല്ല. ഈ ഒരുപാട് ഈ തഫ്സീർ മൗലു എന്ന് പറയുന്ന കാറ്റഗറിയിലെ സബ്ജക്ട് ബേസ്ഡ് തഫ്സീർ പഠിക്കുന്ന അടുത്ത് ഈ നേരത്തെ പറഞ്ഞെടുത്ത് എന്തുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആയത്താണത്. അങ്ങനെ ഒരു 4-5 കാറ്റഗറി ഉണ്ട്. ഈ 5-6 കാറ്റഗറിയിൽപ്പെട്ട ആയത്തുകൾ ഇങ്ങനെ സെലക്ട് ചെയ്താണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ വെറുതെ നമ്മൾ റാൻഡം ആയിട്ട് കുറച്ച് ആയത്ത് എടുത്തു എന്ന് നിങ്ങൾ കരുതരുത്. ഇതിന്റെ യഥാർത്ഥ ഫയൽ എടുത്ത് നോക്കിയാൽ 10-30 പേജ് ഉണ്ടാവും. അതെടുത്തിട്ടാണ് നമ്മൾ
അതിൽ നിന്ന് ഒരു 13 സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇബ്നു കസീർ പറയുന്നത്, സൃഷ്ടിക്കപ്പെട്ടവരും സ്വന്തമായി ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പറ്റാത്തവരുമായ വസ്തുക്കളെ ആരാധിക്കുന്നതിന്റെ വിഡ്ഢിത്തം ഇബ്നു കസീർ തുറന്നു കാട്ടുന്നു. ജീവനും മരണവും പുനരുത്ഥാനവും അള്ളാഹുവിന്റെ മാത്രം കൈകളിലാണ്. അപ്പോൾ ഒരൊറ്റ ആയത്ത് നമ്മൾ പഠിച്ചാൽ മതി. ശരിക്കും നമ്മളൊക്കെ ദാഇകളാണല്ലോ, പ്രബോധനം ചെയ്യേണ്ട ആൾക്കാരല്ലോ അല്ലെ? അള്ളാഹിന്റെ ദീന് ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ട് പാടില്ല എന്നുള്ളതിന്റെ ഒറ്റ ആയത്താണ് പറയുന്നത്. ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ ലാ യംലികൂന ലിഅൻഫുസിഹിം ലറൻ വലാ നഫഅ ലാ യംലികൂന ഹയാതൻ. ഇത് 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 പറയണം, മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ. ഇതൊന്നും അവരുടെ കയ്യിലല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ ഇലാഹല്ല. ഇതാണ് ഖുർആന്റെ അതിലുള്ള ക്ലെയിം എന്ന് പറയണമെങ്കിൽ ഈ ആയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. സൂറത്തുൽ ഫുർഖാനിലെ 3-ാമത്തെ ആയത്ത്. എന്നിട്ട് ഈ തഫ്സീർ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഏകദേശം ഒരു ധാരണ കിട്ടിയാൽ ഇതൊക്കെ നമുക്ക് റെഫറൻസ് ആണ്. ഖുർത്തുബി ഇങ്ങനെ പറഞ്ഞു, ഇബ്നു കസീർ ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും നിങ്ങൾ പറയാൻ നിൽക്കണ്ട. പക്ഷെ നമ്മളൊരു 3 തഫ്സീർ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവരിലൂടെ നമ്മൾ പഠിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള പ്രബോധിതനോട്, നമ്മുടെ സഹവാസി, നമ്മുടെ കൂടെയുള്ള റൂംമേറ്റിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് വേറെ ഭാഷയിലൊക്കെ ആയിരിക്കും നമ്മൾ പറയേണ്ടി വരും, നമ്മുടേതായ ഒരു ഐഡിയൽ. ഖുർത്തുബി പറയുന്ന വ്യാജ ദൈവങ്ങൾ സ്വയം സൃഷ്ടിക്കപ്പെട്ടവയാണെന്ന യാഥാർത്ഥ്യം അവരുടെ ദൈവത്വത്തെ പൂർണ്ണമായും നിഷേധിക്കുന്നു. യാതൊരു അധികാരവുമില്ലാത്ത വസ്തുക്കളെ ആരാധിക്കുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ അധപ്പതനമാണ്. മൗലാന മൗദൂദി പറയുന്ന, പ്രപഞ്ചത്തിന്റെ നിയന്ത്രണത്തിൽ പങ്കാളികളാക്കാൻ കഴിയാത്ത അശക്തരായ വസ്തുക്കളെ ദൈവമാക്കുന്നതിനെ മൗദൂദി ശക്തമായി വിമർശിക്കുന്നു. യഥാർത്ഥ പരമാധികാരിയായ അള്ളാഹു മാത്രമേ ആരാധിക്കാവൂ എന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇനി സഫിയ സാഹിബ അൺമ്യൂട്ട് ആക്കാൻ പറ്റുമോ? മ്യൂട്ടിലുള്ളത് തോന്നുന്നു. വേറൊരാൾ ഓതിയാൽ മതി. താല്പര്യമുള്ളവർക്ക് ഹാൻഡ് റൈസ് ചെയ്യാട്ടോ. ഓതി തെറ്റിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല. അതൊന്നും കാര്യമാക്കണ്ട. നമുക്ക് ഒരു ആക്ടിവിറ്റി ബേസ്ഡ്, അല്ലെങ്കിൽ നിങ്ങളാരും കാണുന്നില്ല, നിങ്ങളാരും വീഡിയോ ഒന്നും ഓൺ ആക്കണില്ലല്ലോ. ചിലവരൊന്നും വീഡിയോ ഒക്കെ ബന്ധാക്കി വെച്ചേക്കണം. സയ്യിദ സാഹിബ അൺമ്യൂട്ട് ആക്കിയോടാ. ഫോണിന് പ്രശ്നം. ഓതിക്കോളി. എത്രാമത്തെ 22 സൂറത്തു സബ 22-23 കേട്ടോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل ادعوا الذين زعمتم من دون الله لا يملكون مثقال ذرة في السماوات ولا في الأرض وما لهم فيهما من شرك وما له منهم من ظهير. അടുത്ത ആയത്ത് ഓതിക്കോ. അർത്ഥം ഞാൻ പറഞ്ഞു. ولا تنفع الشفاعة عنده إلا لمن أذن له حتى إذا فزع عن قلوبهم قالوا ماذا قال ربكم قالوا الحق وهو العلي الكبير. അയ്യോ, അർത്ഥം പറയണ? അർത്ഥം പറയണ്ട, വേണ്ട, ഞാൻ പറയാം. ഇനി അടുത്ത ഭാഗം എന്ന് വെച്ചാൽ, നാളെ ഈ പരലോകത്ത് എത്താൻ പോകുന്നതിന് മുമ്പ് മനുഷ്യർ ഇബാദത്ത് ചെയ്യുന്ന തെറ്റായ ഈ ഇലാഹുകളുടെ അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. നബിയോട് ചോദിപ്പിക്കണം. കുൽ, പ്രവാചകരെ അവരോട് പറയാ. അതായത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരോട് ചോദിക്കാൻ പറയാണ് നബിനോട്. ഉദുല്ലദീന സഅംതും മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ ദൈവങ്ങളെന്ന് നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുള്ള ആരാധ്യന്മാരോടൊന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്ക്. ലാ യംലികൂന മിസ്കാല ദർറത്തിൻ ഫിൽ അർളി വലാ ഫിൽ അർള് മിസ്കാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർള്, ആകാശത്തോ ഭൂമിയിലുള്ള ഒരു അണു പോലും യഥാർത്ഥത്തിൽ അവരുടേതായിട്ടില്ല. വമാലഹും ഫീഹിമാ മിൻ ഷിർക്കിൻ, അവർക്കാകട്ടെ എന്തില്ല, അവർക്ക്
അതിലൊരു പങ്കുമില്ല. ഷിർക്ക് എന്നുള്ള വാക്ക് അവിടെ എന്താ വരുന്നേ? നമുക്ക് ശരിക്കും നമ്മൾ അധികം ഇങ്ങനെ ഷിർക്ക് എന്നുള്ള വാക്ക് ഖുറാനിൽ അധികം കിട്ടൂല. ഒരു വാക്ക് അവിടെ വരുന്നുണ്ട്. ശരിക്കും പങ്കില്ല ആർക്ക്? ശരീക്ക് എന്നും ഷുറക്ക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഷിർക്ക് എന്ന് അവിടെ വരുന്നുണ്ട്. അവർക്കൊന്നും ഒരു പങ്കുമില്ല ഇതില്. പിന്നെ എങ്ങനെയാണ് അവർക്ക് ഇബാദത്ത് പോവാ? നിങ്ങൾ നേരത്തെ റബ്ബ് എന്ന് പറഞ്ഞല്ലോ. റബ്ബ് എന്ന കാരണം കൊണ്ടാണ് ഒരാളെ ഇലാഹാക്കേണ്ടതെങ്കിൽ ഇവരൊന്നും റബ്ബല്ല. വമാലഹും മിൻ ലഹീർ വമാലഹു മിൻഹും മിൻ ലഹീർ. ഇനി അതല്ല, അള്ളാഹ്ക്ക് ഒരു വല്ല ഹെൽപ്പും ചെയ്തിട്ടുണ്ടോ? അള്ളാഹുവിനെ ഇവർ സഹായിച്ചിട്ടില്ല. എന്തെങ്കിലും ഇനി ഒരു പലക എടുത്തു കൊടുക്കേ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങോട്ട് നീട്ടി കൊടുക്കുക, അതൊന്നും ഇല്ലല്ലോ. നമ്മുടെ ഹെൽപ്പറായിട്ട് പോലും നിന്നിട്ടില്ലാന്ന് ഇവര്. അതെ, മെയിൻ പണിക്കാരനെന്നല്ല, ഹെൽപ്പറായിട്ട് പോലും ഉണ്ടായിട്ടില്ലാന്ന്. എന്താണ് അതിന്റെ ഒരു എത്രമേൽ നല്ല ഉപമയാണല്ല പറയുന്നത് അവിടെ. എന്നിട്ട് പറയണം, അള്ളാഹിന്റെ സന്നിധിയിൽ ശുപാർശ ചെയ്യാൻ അനുമതി ലഭിച്ചവർക്കല്ലാതെ ആർക്കു വേണ്ടിയും ഒരു ശുപാർശയും പ്രയോജനപ്പെടുന്നതല്ല ഖിയാമത്ത് നാളില്. അങ്ങനെ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് സംഭ്രമം അകലുമ്പോൾ അവർ ശുപാർശകരോട് ചോദിക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് മറുപടി പറഞ്ഞത്? അതായത് യഥാർത്ഥ വിശ്വാസികൾക്കാണല്ലോ ശുപാർശ കിട്ടുക അള്ളാഹു പറയുന്നതനുസരിച്ച്. അതുപോലെ നമ്മള് ഇനി അതിലേക്ക് വരും. അള്ളാഹിന്റെ ശുപാർശ, അള്ളാഹിന്റെ അർഷിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ വരും. അപ്പോൾ നാളെ അള്ളാഹിന്റെ മുമ്പിൽ അവർ പറയും, ശുപാർശ ചെയ്യുന്ന ആളുകൾ, അതായത് ചിലപ്പോൾ പ്രവാചകന്മാരാകാം, മലായിക്കത്തുകളാകാം, ഖുർആനാകാം, ശുപാർശ ശരിയായ മറുപടി കിട്ടി. അള്ളാഹു അത്യുന്നതനും വലിയവനുമാണല്ലോ, ബഹുവൽ അലിയുൽ കബീർ. അപ്പോ നാളെ കിയാമത്ത് നാളിൽ വന്നിട്ട് എവിടെ ഞങ്ങൾ ഇബാദത്ത് ചെയ്തിരുന്നവർ എവിടെയെന്ന് മറ്റൊരു അന്വേഷിക്കും. വിശ്വാസികൾക്ക് ആ പ്രശ്നമില്ല. ഇബാദത്ത് ചെയ്തിരുന്ന അള്ള എവിടെയുണ്ട്? അവിടെ ഉണ്ട്. മറ്റൊരു ഇബാദത്ത് പലത് പാലൊഴുക്കുന്നു, തേനൊഴുക്കുന്നു, നേർച്ച കൊടുക്കുന്നു, ഈ ലോകത്ത് പലയിടത്തും പലതും തോന്നുന്ന പോലെ ചെയ്യുന്നു. ഞാൻ സാധാരണ ഇബാദത്തിനെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്. അതായത് പ്രാർത്ഥനയുടെ കാര്യത്തിൽ, വെളിപാടിന്റെ കാര്യത്തിൽ, ആത്മീയതയുടെ കാര്യത്തിലൊക്കെ വഴിതെറ്റിപ്പോയവർ, ഇവർക്ക് യഥാർത്ഥ പടച്ചവനിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ കിയാമത്ത് നാളിൽ ഇവരൊക്കെ ഉണ്ടാവോ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. അടുത്തിലേക്ക് വരട്ടെ. ഓക്കെ, പിന്നെ സൂറത്തുൽ ബക്കറയിൽ ഇതിന്റെ വിശദീകരണം അതിലുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇബ്നു കസീറിന്റെ വിശദീകരണം അതിൽ വായിച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞ വിശദീകരണം തന്നെയാണ് അതിലുള്ളത്. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഇവിടെ ഇലാഹ് എന്നുള്ള വാക്ക് കാണാൻ പറ്റൂല, പക്ഷെ എന്താ വാക്ക്? അയ്യുഹന്നാസു ഇഅ്ബുദൂ എന്നല്ലേ പറഞ്ഞേ? ഇഅ്ബുദൂ, നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഉലൂഹിയത്ത് എന്നുള്ളതിന് വേറൊരു വാക്ക് കൂടി പറയാം, ഉബൂദിയത്ത് കേട്ടോ. നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ, റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ. അതായത് നിങ്ങളുടെ റബ്ബിനെ മാത്രം നിങ്ങൾ ഇലാഹാക്കൂ എന്നാണ് ശരിക്കും ഉഅ്ബുദൂ റബ്ബക്കും എന്നുള്ളതിന്റെ അർത്ഥം. ഉഅ്ബുദൂ റബ്ബക്കും എന്ന് എവിടെയെങ്കിലും കണ്ടാല് ഇങ്ങനെ ആലോചിച്ചാൽ മതി, റബ്ബിനെ ഇലാഹാക്കൂ എന്നാണ്. നിങ്ങളുടെ യഥാർത്ഥ റബ്ബ് ആരാണോ അയാളെ ഇബാദത്ത് ചെയ്യൂന്ന് പറഞ്ഞാൽ അവനാകട്ടെ നിങ്ങളുടെ ഇലാഹ്. എന്താ കാരണം? അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഒന്നാമത്തെ കാരണം റബ്ബ് എന്ന് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, സൃഷ്ടിപ്പാണ് കാരണം. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർ, ലഅല്ലക്കും തത്തഖൂൻ, അതുവഴി നിങ്ങൾക്ക് എന്താണ് മോചനം പ്രതീക്ഷിക്കാന്നാണ് മറ്റേ തഫീമുൽ ഖുർആനിലുള്ളത്. നിങ്ങൾ വിശുദ്ധരായേക്കാം എന്നൊക്കെ അർത്ഥം വേണമെങ്കിൽ പറയാം. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഈ ഭൂമിയെ വിരിച്ചതവനാണ്. വസ്സമാഅ ബിനാഅ, ആകാശത്തെ പന്തലാക്കി മേൽപോട്ട് ഉയർത്തിയത്, അത്രമേൽ വലിയ ഒരു വിഹായസാക്കി നിർത്തിയതവനാണ്. വഅൻസല മിനസ്സമാഇ മാഅൻ, ആകാശത്ത് നിന്ന് വെള്ളം വർഷിച്ചു തന്നതവനാണ്. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ, റിസ്ക് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു, പിന്നെ റിസ്ക്, ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് തന്നു. അള്ളാഹ് റിസ്ക് ഭൂമിയിൽ ഈ മഞ്ഞ സൽവെ ആകാശത്ത് നിന്ന് ബനൂ ഇസ്രായേലർക്ക് എടുത്തു കൊടുത്തത് ഒഴിച്ചാൽ ഭൂമിയിലത്തെ മൊത്തം റിസ്ക് ഭൂമിയിൽ തന്നെയാണ് വെച്ചുള്ളത്. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ, നിങ്ങൾ അതുകൊണ്ട് അള്ളാഹ്ക്ക് പങ്കാളികളെ വെക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്. നിങ്ങൾക്ക് അറിയാന്നാ പറയണേ. അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് സമന്മാരെ നിങ്ങൾ, ചില സമയത്ത് അങ്ങനെയാണ്, ഈ അള്ളാഹുവിൽ ചിലർക്ക് അള്ളാഹു ആണെന്ന് അറിയുന്നവർക്ക് ചിലപ്പോൾ അള്ളാഹുവിൽ പ്രതീക്ഷ വിട്ടു. എന്നിട്ട് പറയണം, അള്ളാഹുവിന് സമന്മാരായി നിങ്ങൾ വേറെ ആളുകളെ കാണരുത്. അള്ളയാണ് നിങ്ങൾക്ക് ശിഫ തരുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങൾക്ക് ആ നേരത്തെ ഒരു രോഗമൊക്കെ വരുമ്പോൾ അങ്ങോട്ട് സ്വബർ അങ്ങോട്ട് പോകും. അള്ളയാണ് നിങ്ങൾക്ക് റിസ്ക് തരുന്നത് അറിയാം, പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച ജോലി കിട്ടാതാവുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അള്ളാഹുൽ പ്രതീക്ഷ പോകും.
അള്ളയാണ് നിങ്ങൾക്ക് ഒരു കുട്ടീനെ തരേണ്ടതെന്ന് അറിയാം. പക്ഷെ നിങ്ങൾക്ക് ചില സമയത്ത് എന്താണ് പടച്ചോൻ എൻ്റെ കാര്യത്തിൽ ഇടപെടാതെ? ഇല്ല, നിങ്ങളുടെ ഇലാഹാണ് അല്ല. അതങ്ങോട്ട് വിശ്വസിച്ചേക്കണം. കാരണം നിങ്ങളുടെ കാര്യത്തിൽ മുദബ്ബിർ അവനാണ്. നിങ്ങളുടെ പ്ലാൻ അള്ളാന്റെ അടുത്താണ്. ഇത് ഇത് ഉണ്ടായാൽ കിട്ടുന്നൊരു സമാധാനമുണ്ട്. ഇത് നേരെ തിരിച്ചുണ്ട്. സമ്പത്തുള്ളവനും മക്കളുള്ളവനും റിസ്ക് കിട്ടിയവനും ഒക്കെ അങ്ങനെ ആലോചിക്കണം. കാരണം ഇത് പടച്ചോൻ തന്നതാണ്. അതുകൊണ്ട് ഇത് വെച്ചുകൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാന്ന് പറയുമ്പോൾ ഇതിന്റെ ശുക്രാണ്. നേരത്തെ മറ്റൊരു സ്വബറാണെങ്കിൽ ഇയാൾക്ക് ശുക്രാണ് കാണിക്കാനുള്ളത്. ഈ ലോകത്ത് ഇബാദത്ത് എന്ന് പറയുമ്പോൾ രണ്ടാലൊരു പണിയാണ് ചെയ്യാനുള്ളത്. ഒന്ന് ശുക്ർ, കിട്ടിയതിന് ശുക്ർ, കിട്ടാത്തതിന് സ്വബർ. ശരിക്കും ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നു നോമ്പെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ശുക്ർ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ചില കാര്യത്തിൽ നമ്മൾ സ്വബർ കാണിക്കുന്നു. ശുക്രും സ്വബറും ചില കാര്യത്തിൽ കാണിക്കേണ്ടി വരും. അതാണ് നിസ്കാരം, അല്ലെ? നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കാന്ന് പറഞ്ഞതിന് സ്വബറും വേണം, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുക്രും വേണം. അപ്പോ അടുത്ത ആയത്തിലേക്ക് പോട്ടെ. ഇതിന്റെ അർത്ഥങ്ങള് വിശദീകരണങ്ങൾ മറ്റേതിലുണ്ട്, അതിൽ നിങ്ങൾ എടുക്കണം. സൂറത്തുൽ അറാഫിൽ ഒരാൾ ഓദിക്കോ, ഒരാളെ കൊണ്ട് ഓദിപ്പിച്ചോളി. എന്നിട്ട് നമുക്ക് ഉമർ സാഹിബ് നോക്കട്ടെ. അറാഫ് 193 195. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن تدعوهم إلى الهدى لا يتبعوكم سواء عليكم أدعوتموهم أم أنتم صامتون أم أنتم صامتون. കാണുന്നുണ്ട്. മറ്റേ മുസഫ് ഉണ്ടല്ലേ കയ്യില്? ഓക്കെ ഓക്കെ. കുറച്ചും കൂടി വലുതായിക്കോളി. വലുതാക്കുമ്പോ സ്ക്രീനിൽ നിന്ന് പോവാണ്. അത് കുഴപ്പമില്ല. ഞാൻ ഓതാം ഹബീബ് സേവേ. അതെ, മുസ്ഹഫ് നിങ്ങളുടെ കയ്യിലുണ്ടായാൽ എപ്പോഴും നന്നായിരിക്കും കേട്ടോ. മുസ്ഹഫ് നമ്മുടെ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് ഒരു മുസ്ഹഫ് കൂടെ, ഒരു നോട്ട് ബുക്ക് കൂടെ വെച്ചാൽ നമുക്കിങ്ങനെ ഓതാനൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് എന്തോ ഒരു ആക്ടിവിറ്റി തരാൻ പറ്റും. വഇൻ തദ്ഊഹും ഇലൽ ഹുദാ ലാ യത്തബിഊക്കും, നിങ്ങൾ അവരെ ഹുദയിലേക്ക് വിളിച്ചാൽ ലാ യത്തബിഊക്കും, അവർ വരൂല, അവർ നിങ്ങളെ പിന്തുടരൂല. സവാഉൻ അലൈക്കും അദഅഉതുമൂഹും അം അൻതും സ്വാമിത്തൂൻ. ചില ആളുകളുണ്ടല്ലോ ഈ ശിർക്കിന്റെ കാര്യത്തില് നമുക്ക് തോന്നും അള്ളാഹു അല്ലേ ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ ഡിബേറ്റിനൊന്നും അധികം പോകരുത്. അതും കൂടിയാണ് ഇതിൽ പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ പറയാ എന്നുള്ളത് ഒഴിച്ചാല് ചില ആളുകളോട് അവർക്ക് അറിഞ്ഞിട്ട് തന്നെ അവര് അള്ളാഹുണ് റബ്ബെന്ന് അംഗീകരിക്കും. പക്ഷെ എന്നാലും വേറെ ആളുകളെ ഇബാദത്ത് ചെയ്തു പോകും. അവരെ വിളിക്കുന്നതും മൗനം പാലിക്കുന്നതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാകുന്നു. ചില ആളുകളുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയണം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും, അള്ളാഹുവിനെ ഒഴികെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ശരിക്കും ഇബാദുൻ അംസാലിക്കും, നിങ്ങളെപ്പോലെ തന്നെയുള്ള അടിമകളാണ്, അള്ളാഹിന്റെ അടിമകളാണ്. ഇതാണ് അതിലൊരു തമാശ എന്ന് പറയുന്നത്. ഫദ്ഊഹും ഫല്യസ്തജീബു ലക്കും ഇൻ കുൻതും സാദിഖീൻ. ഇതിലേതെങ്കിലും ഒരാൾ നിങ്ങൾ വിളിച്ചു നോക്കി, ആരെങ്കിലും നിങ്ങൾക്ക് ഉത്തരം തരാറുണ്ടോ? ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങളൊന്ന് അവരിൽ ആരെങ്കിലും വിളിച്ചു നോക്കൂ. ഇപ്പൊ നിങ്ങളെ സഹായിക്കുന്നവരോ നിങ്ങളുടെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ നിറവേറ്റിയവരും ഉണ്ടോ? ശരിക്കും ജീവിതത്തിൽ ചില തെറ്റായ ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചവർ കരുതും അയാള് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും ഏർവാടി പോയോണ്ടും മറ്റേത് ചെയ്തുകൊണ്ടൊക്കെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് കരുതി പോവും. ശരിക്കും പറഞ്ഞാല് ഇയാളെ സംബന്ധിച്ച് അള്ളാന്റെ ടെസ്റ്റാണത്. അള്ളാണ് അയാളുടെ ജീവിതത്തിൽ അത് നടത്തി കൊടുക്കുന്നത്. പക്ഷെ അയാളപ്പോൾ വീണ്ടും തെറ്റിദ്ധരിക്കും ഇയാളാണ് അതല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വിവാദത്തില് ഞാൻ ശിർക്ക് ചെയ്തപ്പോഴാണ് എനിക്കിത് നേട്ടം ഉണ്ടായതെന്ന് ഇയാൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി പറയാണ് അലഹും അർജുലു യംശൂന ബിഹാ, അവർക്ക് കാലുകളുണ്ടോ നടക്കാൻ. അംലഹും ഐദിൻ യബ്തിശൂന ബിഹാ, അവർക്ക് കൈകളുണ്ടോ പിടിക്കാൻ. അംലഹും അയുനു യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ടോ കാണാൻ നോക്കാൻ. അംലഹും ആദാനുൻ യസ്മഊന ബിഹാ, അവർക്ക് കാതുകളുണ്ടോ കേൾക്കാൻ. എന്താല്ലേ ചോദ്യം? കാലുണ്ടോ, കൈയുണ്ടോ, കണ്ണുണ്ടോ, ചെവിയുണ്ടോ? ഇത് ശരിക്കും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇവർക്കൊക്കെ ഇതുണ്ടോ?
നിങ്ങളെ എന്തെങ്കിലും രീതി സഹായിക്കാൻ നിങ്ങളുടെ അത്രക്ക് പോലും കഴിവില്ല. നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ കണ്ണുണ്ട്, കാതുണ്ട്, കൈയുണ്ട്, കാലുണ്ട്. നിങ്ങളുടെ പ്രവാചകരെ അവരോട് ചോദിക്കുക, കുലിദുഊ ശുറക്കാഅക്കും, നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെ നിങ്ങൾ വിളിക്കൂ. എന്നിട്ട് എല്ലാവരും ചേർന്ന് സുമ്മ കീദൂനി, കൈദ് എന്ന് പറഞ്ഞാൽ തന്ത്രം എന്നാണ്. സുമ്മ കീദൂനി, നിങ്ങൾ എല്ലാവരും ചേർന്ന് പടച്ചോനെതിരെ തന്ത്രം ഗൂഢാലോചന മെനഞ്ഞോളൂ. ഫല തുന്നറൂ, എന്താണ് എന്താണ് നിങ്ങൾ എന്തേന്റെ ആവശ്യമില്ല. അല്ല തുന്നിറൂൻ, നിങ്ങൾ എനിക്ക് എന്തേരേണ്ട ആവശ്യമില്ല. ഒരവധിയും തരണ്ട. പടച്ചോനെതിരെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു മാച്ച് വെക്കാന്നൊന്നും പറയണ്ട. നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്തോളി, ഒരു അവധിയൊന്നും ഇല്ലാതെ നിങ്ങൾ പടച്ചോനെതിരെ ഗൂഢാലോചന ചെയ്തോളി. എനിക്കെതിരെ ഗൂഢാലോചന നബീനോട് പറയാം. ഇത് നടക്കുന്ന കേസല്ല. കാരണം ഇവർക്കൊന്നും ഇലാഹ് എന്നൊരർത്ഥത്തിൽ നിങ്ങളെ സഹായിക്കാനോ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാനോ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് വരുന്ന പരലോകത്ത് ചെന്നാൽ ഈ ഇലാഹുകൾ എന്തു പറയും എന്നുള്ളതാണ് പറയുന്നത്. പരലോകത്ത് ചെന്നാ പറയണ്ടോ, അവസാന ഭാഗത്ത് ആയത്താണ് കേട്ടോ അത്. ഇത് കഴിഞ്ഞ് നമുക്കൊരു 5 മിനിറ്റ് സംസാരിച്ച് നിർത്താം. ചിലര് അള്ളാഹുവിനെ കൂടാതെ പങ്കാളികളെ സ്വീകരിക്കുന്നവരുണ്ട്. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ, അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ ആരെ സ്നേഹിക്കും? അള്ളാഹിനെ ശരിക്കും സ്നേഹിക്കേണ്ട പോലെ അവര് വഴിമാറി മറ്റുള്ളവരെ സ്നേഹിക്കും. അപ്പോ അള്ളാഹുവിന് സമന്മാരെന്ന് പറയുന്നത് വെറും ഇബാദത്ത് ചെയ്യുന്നവർ മാത്രമല്ല, അതായത് വെറും വിഗ്രഹങ്ങൾ മാത്രമല്ല. ഈ ദുനിയാവിൽ തന്നെയും നമ്മൾ സമന്മാരായ ചില ആളുകൾ അള്ളാഹുവിനേക്കാൾ കൂടുതലായിട്ട് ഇങ്ങോട്ട് കരുതിയാൽ ഇലാഹായി മാറുന്നതാണ്. ഖുർആൻ ചോദിക്കുന്നുണ്ട്, അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവ, സ്വന്തം ഇച്ഛയെ എന്താക്കിയവനെ കാണുന്നില്ല എന്ന് ചോദിച്ചു. അതായത് സ്വന്തം ഇഷ്ടങ്ങളെ ഇലാഹാക്കിയവനെ കണ്ടില്ലേ? അതായത് സ്വന്തം താല്പര്യമാണ് ഒരാൾക്ക് വലുതെങ്കിൽ അയാൾ ആരെയാണ് ആരാധിക്കുന്നത്? അവനവനെ തന്നെയാണെന്ന്. തോന്നിയാസി എന്നൊക്കെ നമ്മൾ പറയില്ലേ, തോന്നിയാസിക്ക് ഒരു ദൈവമുണ്ട്, യുക്തിവാദിക്ക് ഒരു ദൈവമുണ്ട്. ആരാ? അവന് എന്താണ് പടച്ചോൻ വേണ്ട, പക്ഷെ അവന്റെ വിംസ് ആൻഡ് ഫാൻസീസ്, അവന്റെ ആഗ്രഹങ്ങളെയാണ് പൂജിച്ചിട്ടാണ് അവൻ പോകുന്നത്. പക്ഷെ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബല്ലില്ല, യഥാർത്ഥ വിശ്വാസികൾക്ക് അവരുടെ ഹുബ്ബ് മുഴുവൻ അള്ളാഹിനോടായിരിക്കും. വലൗ യറല്ലദീന ലലമു ഇദ് യറൗനൽ അദാബ അന്നൽ ഖുവത ലില്ലാഹി ജമീഅൻ വ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, നാളെ അവരിങ്ങനെ അള്ളാഹിന്റെ ശിക്ഷ ഇങ്ങനെ നേരിട്ട് കാണുന്ന സന്ദർഭം. ഈ 3 ആയത്തുകളും പരസ്പര ബന്ധിതമാണേ. ഇത് തബറ അല്ലദീന ഉത്തുബിഉ മിനല്ലദീന തബഉ വറഔൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, പിന്തുടരപ്പെട്ടവർ പിന്തുടർന്നവരെ കൈയൊഴിയും. അതായത് ഈ ലോകത്ത് ആരെയാണോ ആരാധിച്ച് നടന്നിരുന്നത്, നമ്മളൊക്കെ ആരാധിച്ച് നടന്നിരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, തെറ്റായി, അവര് നാളെ തങ്ങളെ ആരാണോ ഇബാദത്ത് ചെയ്ത് അവരൊക്കെ കൈയൊഴിയും. അള്ളാഹ് പറയാം, വറഔൽ അദാബ, കൂട്ടർ ശിക്ഷയെ നേരെ മുന്നിൽ ഇങ്ങനെ കാണും. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, അവരുടെ പരസ്പര ബന്ധത്തിന്റെ എല്ലാ കുറ്റിയും കണ്ണിയും ഒക്കെ അങ്ങോട്ട് അറ്റുപോകും. എല്ലാ കണ്ണിയും. ഈ ലോകത്ത് അവര് അടയൻ ചക്കരയായിരുന്നു. അവര് ആരാധിച്ചും അവര് നിവേദിച്ചും അവര് വലിയ ആൾക്കാരൊക്കെ കൊണ്ടു നടന്നവരൊക്കെ പരലോകത്തെത്തും ഇവർ തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് മാത്രമല്ല, ശത്രുക്കളാണ്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാ ഈ ലോകത്ത് അള്ളാഹു സാക്ഷ്യം വഹിച്ചത് നാളെ പരലോകത്ത് നിങ്ങൾ നേരിട്ട് കാണാൻ പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് നീതിയുടെ സാക്ഷ്യമാണ്. കാരണം നാളെ നിങ്ങൾ ട്രാപ്പിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഖായിമൻ ബിൽ ഖിസ്ത് എന്ന് പറഞ്ഞല്ലോ, നീതിയുടെ സാക്ഷ്യമാണത്. എന്നിട്ട് പറയാണ്, വഖാലല്ലദീന തബഉ ലൗ അന്ന ലനാ കറ ഫനതബറ മിൻഹും കമാ തബറഉ മിന്നാ, ഈ ലോകത്ത് അനുയായികളായിരുന്നവര് മറ്റൊരു ഞങ്ങളെ കൈയൊഴിഞ്ഞല്ലോ, അപ്പൊ അവരിങ്ങനെ പറയൂ അത്രേ, നാളെ പരലോകത്ത് ഇങ്ങനെ കേണുകൊണ്ടിരിക്കും, ഹാ ഇനി ഞങ്ങൾക്കൊരവസരം ലഭിച്ചെങ്കിൽ, ലൗ അന്നലന കറ ഫനതബറ മിൻഹും കമാ തബറഉ മിന്നാ, ഇവരിപ്പോ ഞങ്ങൾ ഈ പരലോകത്ത് കൈയൊഴിഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കൽ കൂടി ദുനിയാവിൽ പോയ ഇവരെ കൈയൊഴിഞ്ഞേനെ. ഒക്കെ പരലോകത്ത് എത്തിയതിനു ശേഷം നല്ല ബോധ്യം ഉണ്ടാവുള്ളൂ എന്നാണ്. കാരണം ഖുർആനിൽ ആയത്തുണ്ടല്ലോ, ലതറഉന്നൽ ജഹീം അല്ലേ, സുമ്മ ലതറഉന്നഹ ഐനൽ യഖീൻ, ഇൽമുൽ യഖീനും ഐനുൽ യഖീൻ, പരലോകത്ത് എത്തുമ്പോൾ വല്ലാത്ത ബോധമായിരിക്കും മനുഷ്യന്.
നമുക്കൊക്കെ ഇപ്പോൾ ഉള്ള ഈ പടച്ചോനിലൊക്കെ ഉള്ള വിശ്വാസം, ഇഹലോകം പരലോകം ഖബർ ഇത് എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്കൊന്നും അങ്ങോട്ട് ഇല്ലാത്തവർക്ക് നാളെ പരലോകത്തും ഇത് നേരെ കാണുന്ന സമയത്ത് ഇഹലോകത്തൊരു ജീവിതം കൂടി ജീവിക്കാമായിരുന്നു എന്ന് തോന്നും. നമ്മളൊക്കെ വിശ്വാസികളാണെങ്കിൽ പോലും ഇത് ബാധകം ഉണ്ടോ? നമ്മൾ കരുതും ഏതോ മുശ്രിക്കിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അങ്ങനെയൊന്നല്ല. ഈ ഇഹലോകം തന്നെ നമുക്ക് ആസ്വദിച്ച് ജീവിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവശ്യമാണ്. കാരണം പരലോകത്ത് ചെന്നിട്ട് ഒരു ജീവിതം കൂടി ജീവിക്കേണ്ടി വന്നാൽ നന്നായിരുന്നു എന്ന് നിങ്ങൾ ആശിക്കേണ്ടി വരരുത്. കാരണം ഇഹലോകം തന്നെ അടിച്ച് സൂപ്പറായിട്ട് ജീവിച്ചിട്ടുണ്ട് എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. കദാലിക യുരീഹിമുല്ലാഹു അഅമാലിഹിം ഹസറാത്തിൻ അലൈഹിം. അങ്ങനെ അവരുടെ ചെയ്തികളെല്ലാം നഷ്ടമായിരുന്നു എന്ന് അവരോട് അള്ളാഹ് തന്നെ അവരെ കാണിച്ചു കൊടുക്കും. വമാഹും ബിഖാരിജി മിനന്നാർ. അവർ നരകത്തിൽ നിന്ന് പുറത്തു പോകുന്നവരല്ല. അപ്പോൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇത് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത് ഇബ്നു കസീർ. സത്യവിശ്വാസികൾ അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് ഏറ്റവും ശക്തമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. പരലോകത്ത് വെച്ച് വ്യാജ നേതാക്കൾ തങ്ങളുടെ അനുയായികളെ കൈവിടും. ഖുർത്തുബി പറയുന്ന അള്ളാഹുവിനെ പുറമെയുള്ളവരെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർ പരലോകത്ത് കഠിനമായ ശിക്ഷ കാണുമ്പോൾ ഖേദിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അവരുടെ പരസ്പര ബന്ധങ്ങൾ അവിടെ മുറിഞ്ഞു പോകും. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ മറ്റാരെയും പങ്കു ചേർക്കരുതെന്ന് മൗദൂദി പറയുന്നു. തെറ്റായ വഴിയിൽ നയിച്ച നേതാക്കളും അനുയായികളും തമ്മിലെ പരലോകത്തെ നിരാശയും ഖേദവും ഈ വചനം ചിത്രീകരിക്കുന്നു. ഇത് തഫീമുൽ ഖുർആനിൽ ഓരോ തഫ്സീറിലും പോയാൽ 1.5 പേജ് ഇതിന്റെ വിശദീകരണം ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഇതിന്റെ കേന്ദ്ര ആശയങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോ ഒന്നുകൂടി പറഞ്ഞതൊന്ന് ആവർത്തിക്കണം. റബ്ബും ഇലാഹും തമ്മിലുള്ള ബന്ധം. റബ്ബ് ചില കാരണങ്ങൾ കൊണ്ട് അള്ളാഹ് തന്നെയാണ് നമ്മുടെ റബ്ബ് എന്ന് നമ്മൾക്കറിയാം. ഈ ലോകത്തെ പല മനുഷ്യർക്കും അതറിയാം. പക്ഷെ ഇലാഹ് അള്ളാഹ് തന്നെ ആകണോ? ഇലാഹിന്റെ ഒപ്പം ആലിഹത്തായിക്കൂടെ എന്നുള്ള മക്കാരുടെ വലിയ വിഷയം. ലോകത്ത് തന്നെ തൗഹീദിന്റെ വക്താക്കളായ ശരിക്കും ക്രൈസ്തവര് ഈസാ നബിയുടെ അനുയായികൾ എന്ന് സ്വയം നിലക്ക് പറയുന്നവരുണ്ട്. പക്ഷെ അവർക്ക് പോലും വന്ന പ്രശ്നം ഇലാഹിലുള്ള പ്രശ്നമാണ്. ഈ ലോകത്ത് സത്യവിശ്വാസത്തിന്റെ തൗറാത്ത് വാങ്ങിക്കാൻ വേണ്ടി മൂസാ നബി പോയപ്പോൾ ബനു ഇസ്രായേലിന് വന്ന പ്രശ്നം എനിക്ക് പശുക്കുട്ടിനെ ആരാധിക്കാൻ തോന്നി. മനുഷ്യർക്ക് എപ്പോഴും ഉള്ളതാണ് ഇങ്ങനെ വിഗ്രഹാരാധന, അതല്ലെങ്കിൽ മഹാന്മാരോടുള്ള സ്നേഹം. മുസ്ലിം സമുദായത്തിൽ തന്നെ ആ പ്രശ്നം വരും. പിന്നെ സ്വന്തം ഇച്ഛ, സ്വന്തം ആഗ്രഹം, ഭരണാധികാരികൾ, ഇവരൊക്കെ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടവരായി കരുതുമ്പോൾ അത് ഇലാഹായി മാറുന്നു. ഭാഷാർത്ഥം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. ഭാഷാർത്ഥം എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നത്, അതുപോലെ തന്നെ അഭയസ്ഥാനം, ഉയർന്നത്, അത്ഭുതമുണ്ടാകുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഓടിച്ചെല്ലാൻ ആഗ്രഹിക്കുന്ന അനുരാഗപരമായ ബന്ധമുള്ളത്. ഇതാണ് ഇലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ അതാണ്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അള്ളാഹുവാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് സാക്ഷ്യം വഹിച്ചത് അള്ളയാണ്. കാരണം ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ, അള്ളാഹുവാണ് ഇലാഹ് എന്ന് അള്ളാഹ് തന്നെ സാക്ഷ്യം വഹിച്ച കാര്യമാണ്. ഇപ്പൊ ഖുറാനിന് ഇലാഹ് വരുന്ന ഭാഗത്ത് ഒരുപാട് 100 കണക്ക് 500 600 എത്രയോ തവണ ഖുറാനിലുണ്ട്. കൃത്യമായിട്ട് എത്ര തവണ വന്നു എന്നുള്ളത് നിങ്ങൾക്കൊരു ടാസ്ക് തന്നെയാണ്. അപ്പൊ അത് നിങ്ങൾ ഏതെങ്കിലും ആളുകൾ ഇലാഹ് എന്നുള്ളത് എത്ര തവണ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് തപ്പിയെടുക്കാം. ആലിഹത്ത് എന്ന് വന്നത് എത്ര തവണ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഇലാഹ് എന്നുള്ള ഉപയോഗിക്കുന്നിടത്ത് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഈ സൂറത്ത് യൂസുഫിന്റെ പഠനാനുഭവം ഒരു സഹോദരൻ വിശദീകരിച്ചതുപോലെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ തോന്നലുകൾ, അതൊക്കെ നിങ്ങൾക്ക് അതിലേക്ക് കൊണ്ടുവരാം. ഇനി ഒരു 5 മിനിറ്റ് ഈ തിരക്കുള്ളവർക്ക് ലെഫ്റ്റ് ആവാം കേട്ടോ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ എന്തെങ്കിലും സംശയങ്ങളോ ചോദിക്കാനോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളൊരു മൊത്തത്തിലുള്ള ഒരു വിഷയം ഇപ്പൊ റുബൂബിയത്ത്, ഉലൂഹിയത്ത്, ഇത് കഴിഞ്ഞ് ഇനി അസ്മാ സിഫാത്തിലേക്കാണ് നമുക്ക് കിടക്കുക. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരുപാട് വാക്കുകളുണ്ട്. സമീർ, ബസീർ, റഹ്മാൻ, റഹീം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന അതെല്ലാത്തിലേക്കും പോകില്ല. പക്ഷെ അതെന്തിനാണ് പറയുന്നത്? ഇപ്പൊ ചിലപ്പോൾ ചില ആളുകൾക്ക് ടാസ്ക് ഒക്കെ തരും, അതിന്റെ അർത്ഥമൊക്കെ നോക്കി വരാനൊക്കെ പറയും. അത് അടുത്ത ക്ലാസ്സിന് മുമ്പ് ചിലപ്പോൾ 2-3 ദിവസം മുമ്പൊക്കെയാണ് തരിക. അപ്പൊ അവര് അതിന്റെ അർത്ഥം ഒക്കെ ഒന്ന് ഒരുമിച്ചൊന്ന് നോക്കി വന്നാൽ മതി. ഒരു ഗ്രൂപ്പിന് ഒരു ടാസ്ക് ആയിട്ടൊക്കെ തരികയാണ് ചെയ്യുക, ഓരോ കോർഡിനേറ്റർമാർക്കും ഗ്രൂപ്പ് കീഴിലുള്ളവർക്കും ഇൻഷാ അള്ളാ. അപ്പോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോ നിങ്ങൾക്ക് ചോദിക്കാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോൾ സ്വയം ഞാനൊരു ടാസ്ക് ഏറ്റെടുത്തിരുന്നു. ആ ടാസ്ക് ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ അബുൽ അഅ്ല മൗദൂദി എഴുതിയ പുസ്തകം വായിച്ചു. മുമ്പ് എപ്പോഴോ വായിച്ചതാണ്, പക്ഷെ ഒരിക്കൽ കൂടി അത് പുനർവായന നടത്തിയപ്പോൾ മനോഹരമായ വേറൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതില് 4 സാങ്കേതിക ശബ്ദങ്ങളില് ആദ്യം ഇലാഹ്, റബ്ബ്, ഇബാദത്ത്, ദീൻ, ഈ 4 അപ്പൊ റുബൂബിയത്ത്. അപ്പൊ അതില് മക്കക്കാർക്ക് ഇതൊക്കെ അറിയാമായിരുന്നു എന്ന്.
അദ്ദേഹം ഉം. പറയുന്നത്. തെറ്റിദ്ധാരണ പറയുമ്പോൾ മക്കാർക്ക് റബ്ബ് എന്ന് പറയുമ്പോഴും ഇലാഹ് എന്ന് പറയുന്നൊക്കെ അവർക്ക് അതിന്റെ കൃത്യമായ അർത്ഥം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവിടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത് എന്നുള്ളത്. അതെ അതെ നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഇത് നല്ലോണം പഠന വിധേയമാക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. അതെ 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 കാരണം നമ്മളിപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ മക്കാർക്ക് മനസ്സിലായ അതുപോലെ അലഹൽ ഫസീലൂന്നും ഒട്ടകക്കുട്ടിക്ക് ആണ് ഇത് പറയാന്നൊന്നും അവർ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ നമ്മുടെ പണി കൂടുതലാണ് ശരിക്കും. അപ്പൊ ഇത് ഈ സഹോദരി പറഞ്ഞ ഈ പുസ്തകം ഉണ്ടല്ലോ, അൽ മുസ്തലഹാത്തുൽ അർബഅ ഫിൽ ഖുർആനിൽ കരീം, ഖുർആൻ കി ചാർ ബുനിയാദി ഇസ്തിലാഹ എന്ന് പറഞ്ഞിട്ടുള്ള മൗദൂദി സാഹിബിന്റെ 4 പദങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയ പഠനമാണ്. ദീന്, ഇലാഹ്, റബ്ബ്, ഇബാദത്ത്. ഇത് 4മാണ് ഖുർആനിന്റെ കേന്ദ്ര ആശയങ്ങൾ. ഇത് എങ്ങനെയാണ് അറബി ഭാഷയിൽ ഖുർആനിൽ ഏതെങ്കിലും ആളുകൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ സ്റ്റഡി ടു ദ കോർ ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർക്ക് വായിക്കാവുന്ന സമയം എടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇവർ വായിച്ചു എന്ന് പറഞ്ഞത് നേരത്തെ വായിച്ചുകൊണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പയ്യെ സമയം എടുത്താണ് നീങ്ങുക. ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾ വായിച്ചേണ്ട സംഗതികളൊക്കെ പറയാട്ടോ. ഇൻഷാ അല്ലാഹ്. ഈ തിരക്കുകളുള്ള ആളുകൾക്ക് ലെഫ്റ്റ് ചെയ്യാം. ഞാൻ പിന്നെ രാത്രി 10-10:30 ആകുമ്പോൾ അധികം നീണ്ടു പോകണ്ടെന്ന് എഴുതിയിട്ടാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്തത്. ഏതെങ്കിലും ദിവസങ്ങളിൽ നമുക്ക് ചർച്ചകൾ മാത്രമൊക്കെ ആക്കാം. നമ്മൾ ഈ ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു സമയമൊക്കെ, അതല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്തൊക്കെ അങ്ങനെ ആക്കാം. വേറെ കമന്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ? ഇൻഷാ അല്ലാഹ്. ഇത് നമ്മൾ ആ കോർഡിനേറ്റർക്ക് വേണ്ടിയുള്ള ഒരു കോർഡിനേറ്റർ വയ്യാത്തൊരു ഇത് പറഞ്ഞിരുന്നല്ലോ. യെസ് നമ്മുടെ ഓക്കെ നമ്മുടെ ഹസീർ സാഹിബിന്റെ വൈഫ് എന്താണ് ഷബനത്തെ അല്ലേ? ഷബിനാ. നമ്മുടെ ഹസീർ സാഹിബിന്റെ വൈഫ് നമ്മുടെ ഒരു കോർഡിനേറ്റർ കൂടിയാണ് ഷബനത്ത. അവർക്ക് ഇന്നൊരു സർജറി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുള്ള സർജറിയാണ്. നമ്മുടെയൊക്കെ ഒരു പ്രാർത്ഥന കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹവും സഹായവും മൂലം പൂർവ്വ ആരോഗ്യത്തിൽ അവർ നമ്മുടെ ഒപ്പം ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ നമ്മുടെ ഹജ്ജ് ഗ്രൂപ്പിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഹമീമ സാഹിബയുടെ സഹോദരൻ ഹസീബ്, അദ്ദേഹം കഴിഞ്ഞൊരു 10-25 ദിവസമായിട്ട് മിംസിൽ ICUവിലാണുള്ളത്. എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കപ്പെടാത്ത ഒരു അസുഖവും മറ്റുമൊക്കെയാണ്. നല്ല ഒരു ഇന്റലക്ച്വലായ ഒരാളാണ്. വളരെ നല്ല ഒരു അധ്യാപകനും മറ്റുമൊക്കെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയും പ്രത്യേകമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ മുഖതാവിലായതുകൊണ്ട് ഞാൻ ഹജ്ജ് ഗ്രൂപ്പിൽ ഞാൻ വോയിസ് ഇടാം ഇൻഷാ അല്ലാഹ്. പക്ഷേ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയിൽ ഇവർ രണ്ടുപേരും ഉണ്ടാകണം. അള്ളാഹു പൂർണ്ണ ശിഫ നൽകി ഇവരെ അനുഗ്രഹിക്കുകയും ദീനിനും ഉമ്മത്തിനും ഒക്കെ വേണ്ടി കൂടുതൽ സേവനം ചെയ്യാനുള്ള ദീർഘായുസ് നൽകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇതിൽ ഒരുപാട് കോർഡിനേറ്റേഴ്സ്, അതുപോലെ തന്നെ ഇതിൽ ഓതിയവര്, അർത്ഥം പറഞ്ഞൊക്കെ ഗ്രൂപ്പിൽ വോയിസ് ഇട്ട ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് ഇതിനെ എൻഗേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ഇത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ പഠിക്കുന്നതുകൊണ്ട് തീരുന്നതല്ല. നമ്മുടെ ഒരു ഡെയിലി നമ്മുടെ ഒരു ഖുർആനായിട്ടുള്ള ഒരു ബന്ധം നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കുക. അതിൽ നിന്ന് അതിനുള്ളൊരു എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യാനൊക്കെ ഉള്ള ഒരു വേദി കൂടിയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഇത് നമ്മുടെ ഓക്സിലറി ആയിട്ടുള്ള ഒരു സംവിധാനമാണ്, ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമാണ്. സ്വയം നിലക്ക് ഖുർആൻ പഠനം നമുക്ക് മേൽ തന്നെയുള്ള ഒരു ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.